അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറെ പ്രേം നിറഞ്ഞ സഹോദരങ്ങളെ, സ്ട്രീറ്റ് ലോഗ് എന്ന പ്രോഗ്രാമിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ലഹരി ഒടുങ്ങാതിരിക്കാൻ തുടങ്ങാതിരിക്കാം എന്ന പ്രമേയത്തിൽ നമ്മൾ ആരംഭിക്കുമ്പോൾ ആമുഖമെന്നോണം നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥകൾ നമ്മൾ മുന്നേ കേട്ടു കഴിഞ്ഞു. ഞെട്ടിക്കുന്ന പല കണക്കുകളും ആണ് ദിനേന പത്രങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ നമ്മോടൊപ്പം ഈ ഒരു സ്ട്രീറ്റ് ലോഗിൽ ചേരുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റായ ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസും വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ വൈസ് പ്രസിഡന്റായ സഫ്വാൻ ബറാമി അൽ ഹിക്കമിയുമാണ്. ആദ്യം തന്നെ ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസിലേക്ക് വരികയാണ്. നിലവിലെ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ എന്താണ് നമുക്ക് പറയാനുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിസ്ഡം സ്റ്റുഡൻസ് കോഴിക്കോട് സൗത്ത് ജില്ലയുടെ ആഭിമുഖ്യത്തിൽ വരുന്ന ക്യാമ്പസ് കോൺഫറൻസിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സ്ട്രീറ്റ് ലോഗ് എന്ന പേരുള്ള പ്രോഗ്രാം ഇവിടെ 2 തവണ ആവർത്തിച്ച് പറഞ്ഞു. ഈ ഒരു പ്രോഗ്രാമിന്റെ ക്യാപ്ഷൻ അത് എന്തുകൊണ്ടും പ്രസക്തമാണ് എന്നത്. ലഹരി ഒടുങ്ങാതിരിക്കാൻ തുടങ്ങാതിരിക്കാം എന്ന പേരിലുള്ള ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഇന്ന് രാമനാട്ടുകര ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന ഇതേ സമയത്ത് തന്നെ കേരളത്തിൽ മറ്റ് പല സ്ഥലങ്ങളിലും ഇതേപോലുള്ള പ്രോഗ്രാമുകൾ നടന്നു വരികയാണ്. ഇതേ സമയത്ത് തന്നെയാണ് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിലും ഇതേ രൂപത്തിൽ ലഹരിക്കെതിരെയുള്ള ഒരു ബഹുജന സംഗമം നടന്നു വരുന്നത്. ഇതേപോലെ കാളികാവും മറ്റ് പലയിടങ്ങളിലും ഇതേപോലുള്ള സംഗമങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇവിടെ പറയപ്പെട്ടതുപോലെ ലഹരി എന്നത് ഒരു മാരകമായ പ്രശ്നമാണ്, ഒരു വലിയ വിപത്താണ്, ഗൗരവമേറിയ വിഷയമാണ് എന്നത് അറിയാത്തവരല്ല ഇത് കേൾക്കുന്നവരെല്ലാം. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ജീവിതത്തിൽ നഷ്ടങ്ങളുടെ വലിയ നീണ്ട നിര മാത്രം നമുക്ക് സമ്മാനിക്കുന്ന ഒന്നാണ് എന്നും വലിയ ബോധ്യമുള്ള ആളുകളാണ് ഇത് കേൾക്കുന്ന രാമനാട്ടുകരയിലെ പ്രബുദ്ധരായ എല്ലാവരും. തീർച്ചയായും ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് തന്നെ ഇത് കേൾക്കുന്ന ഇതിന്റെ ഭാഗമാവുന്ന എല്ലാവരും ലഹരിക്കെതിരെ വളരെ കൃത്യമായ ശക്തമായ പ്ലാനുകൾ ഉണ്ടാക്കി നമ്മെ കൊണ്ടാവുന്ന രൂപത്തിൽ അതിനെതിരെ ശബ്ദിക്കുവാനും പോരാടുവാനും തയ്യാറാവുമെന്നും അവരൊക്കെ പ്രാപ്തരാക്കുവാനും ഈ പ്രോഗ്രാമോട് സാധിക്കണമെന്ന് തന്നെയാണ് നാം ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഒരിക്കൽ തുടങ്ങിയാൽ അത് ആ വ്യക്തിയുടെ ഒടുക്കത്തിലേക്ക് കൊണ്ടെത്തിക്കൂ എന്നതിന് നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് വാർത്തകളുണ്ട്. അതിലിപ്പോ കുറെ ദൂരെ കേരളത്തിന്റെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാമനാട്ടുകരയിലെ ഈ ഒരു ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുള്ള ഈ ഒരു അങ്ങാടിയുടെ ഒരു ചെറിയൊരു 1-2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലഹരി ഉപയോഗവും അതിന്റെ ഉപഭോഗവും അതിന്റെ ഒരു വ്യാപനവും ഏറ്റവും ചെറിയ കുട്ടികളിലേക്ക് പോലും ഇത് എത്തുന്നതിന്റെ രൂപവും ഒക്കെ നമുക്ക് നേരിട്ട് നോക്കിയാൽ കാണാൻ കഴിയുന്ന അത്രയധികം സാർവത്രികമായിരിക്കുന്ന ഒരു സാഹചര്യം. തീർച്ചയായും ഈ പ്രോഗ്രാം ഇവിടെ പ്രസക്തമാവുകയാണ്. ഞാനിവിടെ വീണ്ടും ആമുഖത്തിൽ ഓർമ്മിപ്പിക്കുന്നത്, ഒരിക്കലും ഇതൊരു വലിയ പ്രസംഗം നടത്തുവാനോ ലഹരി വലിയൊരു പ്രശ്നമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ മാത്രമല്ല ഈ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൃത്യമായും എന്തുകൊണ്ടാണ് ലഹരി ഇത്രയധികം സാർവത്രികമായി ഒരു ഏറ്റവും എളുപ്പത്തിൽ എല്ലാവർക്കും ലഭിക്കാവുന്ന രൂപത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ആ കാരണങ്ങളെ നമ്മൾ കൃത്യമായി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പരിഹാരത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചെത്താൻ സാധിക്കും എന്നുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ശുഭാപ്തി വിശ്വാസം മാത്രമാണ് ഇതിന്റെ സംഘാടകർ എന്ന നിലയ്ക്ക് നമുക്കുള്ളത്. രാമനാട്ടുകരയെ സംബന്ധിച്ചിടത്തോളം നിരന്തരം കേട്ടുവരുന്ന വാർത്തകൾ, അതിൽ രാമനാട്ടുകരയും ഒരിക്കലും അതിൽ നിന്ന് അതീതരല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ പറഞ്ഞല്ലോ, ലഹരിയുടെ വിഷയത്തിൽ പലപ്പോഴും ഒരു കാര്യം ആദ്യം പറഞ്ഞു നിർത്താം. പലപ്പോഴും പലർക്കും ഒരു തോന്നൽ എന്താണെന്ന് വെച്ചാല്, ലഹരിയുടെ പല വാർത്തകളും പേപ്പർ തുറക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അത് പേപ്പറിലൂടെ ആവട്ടെ, ഇപ്പോ പല വീഡിയോകളിലൂടെ ആവട്ടെ, ന്യൂസുകളിലൂടെ ആവട്ടെ, ഒക്കെ നമ്മൾ ലഹരിയുമായി ബന്ധപ്പെട്ട കേൾക്കാൻ അറയ്ക്കുന്ന പല വാക്കുകളും, സ്വന്തം മകൻ അമ്മയെ വെട്ടിക്കൊന്നു, അച്ഛൻ മകനെ കുത്തിക്കൊന്നു, അമ്മ മകൻ അല്ലെങ്കിൽ മകൻ അമ്മയെ തുടങ്ങി യാതൊരു നിലയ്ക്കും അച്ഛനോ അമ്മയോ മക്കളോ ഒന്നിച്ച് കൂടെ താമസിക്കുന്ന ആളുകളോ സഹപാഠികളോ ഫ്രണ്ട്സോ എന്ന് യാതൊരു ബൗണ്ടറിയും ഇതിനില്ലാത്ത രൂപത്തിൽ പരസ്പരം ആക്രമണങ്ങളുടെയും വലിയ രൂപത്തിലുള്ള അശ്ലീലതകളുടെയും ഒക്കെ വലിയ നീണ്ട നിരയാണ് ലഹരിക്ക് ഉണ്ടാവുന്നത്. ഇതൊരിക്കലും
നമ്മൾ ആരും അന്യരല്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ചിന്ത അതിപ്പോ കേരളത്തിന്റെ അങ്ങേ തലയ്ക്ക് ആ ഒരു സ്ഥലത്തല്ല ഈ ഒരു പ്രശ്നം കേൾക്കുന്നത്, നമ്മുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മുടെ ഈ ഒരു പരിസരത്ത് ഉണ്ടെങ്കിൽ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട ആരും അതൊന്നും ഭാഗമാവില്ല എന്ന ഒരു മിഥ്യാധാരണയാണ് പലപ്പോഴും നമ്മളെ ഇതിൽ ഏറ്റവും വലിയ കുഴികളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതായത് എന്നെ ഇതൊന്നും ബാധിക്കില്ല എന്ന ചിന്തയാണ് പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആമുഖമായി ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മളാരും ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ ഇതുവരെ ഇന്ന് ഈ ഒരു നിമിഷം വരെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവില്ല. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പോലും, നമ്മുടെ മക്കളാവട്ടെ ഭാര്യയാവട്ടെ ആരും ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തകളിലും ഉണ്ടായിരിക്കില്ല. പക്ഷേ നാളെ മേലാൾക്ക് ഉണ്ടാവാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇവിടെ സംജാതമായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. എത്രത്തോളം വെച്ചാൽ ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് കാണാൻ കഴിയുന്ന ആളുകൾ, ഈ നിൽക്കുന്ന കേൾക്കുന്ന ആളുകളിൽ എത്ര പേർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. ഇന്നത്തെ കാലം അങ്ങനെയാണ്. കാരണം ആലോചിച്ചു, പണ്ടൊക്കെ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് 4 കാലിൽ ഇഴഞ്ഞ് മദ്യപിക്കുന്ന, അല്ലെങ്കിൽ ആരും കാണാത്തൊരു മൂലയ്ക്ക് പോയി എന്തിനൊക്കെ ഉപയോഗിക്കുന്ന, സിഗരറ്റ് വലിക്കുമ്പോൾ തന്നെ പിന്നെ കുടുംബത്തിലോ നാട്ടിലോ ആരും കാണാതെ വലിക്കുന്ന ആളുകളൊക്കെ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇന്ന് ഒരു ചെറിയ സ്റ്റാമ്പ് ഒട്ടിച്ചാൽ മതി, അത് രാവിലെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു എഫക്ട് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം. പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ സ്കൂളിലെ കുട്ടികൾ പോലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അധ്യാപകർക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുക, നമ്മുടെ കുടുംബത്തിലേക്ക് എത്തട്ടെ അപ്പൊ നോക്കാം എന്നല്ല ചിന്തിക്കാറുള്ളത്. എന്നാൽ നമ്മുടെ കുടുംബത്തിലേക്ക് പോലും ഇത് എത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഓപ്പണായി സുലഭമായി നിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ ആമുഖമായി തിരിച്ചറിയണം. ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോഴേക്കും ഇത് ഓർപ്പിക്കാനുള്ളത്, ഇതിന്റെ ആദ്യാവസാനം തന്നെ എല്ലാവരും ഇതിന്റെ ഭാഗമാവണമെന്നും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അതിന്റെ അടിസ്ഥാന കാരണങ്ങളെ അതിന്റെ വേരിലേക്ക് ഊന്നിക്കൊണ്ട് അവിടെ നിന്ന് തന്നെ പിഴുതെറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കൂ എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മള് ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ, ഇപ്പൊ ഈ പറഞ്ഞു വെച്ചതിൽ നിന്ന് തുടരുമ്പോൾ, നമ്മളെല്ലാവരെയും സംശയത്തിന്റെ കണ്ണോടുകൂടെ കാണണമെന്നല്ല പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. മറിച്ച് ഇതിന്റെ സാധ്യതയെ തള്ളിക്കളയാതിരിക്കാനുള്ള ഒരു കോഷ്യസ്, അതിനൊരു ജാഗ്രത നമ്മൾ പാലിക്കുമ്പോഴാണ് ഇത് ഏത് സമയത്ത് ഐഡന്റിഫൈ ചെയ്താലും അതിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കാനും ഒക്കെ നമുക്കൊരു ബോധ്യം ഉണ്ടാവുക എന്നതാണ്. മറ്റേത് ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഒരു പരിസരത്തേക്കോ നമ്മുടെ വീട്ടിലേക്കോ ഒന്നും ഇതൊരിക്കലും വരാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് എന്ന ധാരണയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇത് എത്തിച്ചേരുന്ന മാർഗങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത കാരണങ്ങളായതുകൊണ്ട് തന്നെ എല്ലാ രക്ഷിതാക്കളും എല്ലാ കാരണവന്മാരും ഈ വിഷയത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് തുടക്കത്തിൽ പറഞ്ഞു വെച്ചതിന്റെ ആകെത്തുക. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന ശീർഷകത്തിൽ 2025 മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ച് ഒരു വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ, അത് LP ക്ലാസ് അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ ക്ലാസ് മുതൽ തുടങ്ങി വിദ്യാർത്ഥികളായിട്ടുള്ള മുഴുവൻ സമൂഹവും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയും അതിന്റെ ഒക്കെ ഒരു പരിഹാരത്തിലേക്ക്, തുരുത്തിലേക്ക് വിദ്യാർത്ഥികൾക്കും അവരെ കൈകാര്യം ചെയ്യുന്ന രക്ഷിതാക്കൾക്കും ഒക്കെ പകർന്നു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും സാധിക്കണം എന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ ധർമ്മസമരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവരെ ബാധിക്കുന്ന, പ്രകടമായും അല്ലാതെയും ബാധിക്കുന്ന, എല്ലാവരുടെയും ടെൻഷനായിട്ടുള്ള ഒന്ന് ലഹരി. അത് കടന്നു വരുന്ന വഴികളെ കുറിച്ച്, അത് മനസ്സിലാക്കാൻ പറ്റുന്ന മാർഗങ്ങളെ കുറിച്ച്, ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് പ്രായോഗികമായി ഇതൊരു സമൂഹത്തിന്റെ, ഒരു സമുദായത്തിന്റെ, ഒരു നാടിന്റെ ഒന്നും ഒരു പ്രശ്നമല്ല. ഇത് മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നമാണ്, എല്ലാവരുടെയും പ്രശ്നമാണ്. ആ പ്രശ്നത്തിന്റെ പരിഹാരങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ എന്തൊക്കെയാണ് പ്രായോഗികമായി ചെയ്യാൻ പറ്റുക എന്നൊരു ചർച്ചയാണ് ഇവിടെ ഈ സായാഹ്നത്തിൽ രാമനാട്ടുകരയിൽ നടക്കുന്നത്. ആ ഒരു തുടക്കത്തിലേക്കാണ് ഇതിന്റെ വ്യാപ്തി, അല്ലെങ്കിൽ ഇതിന്റെ ഒരു നമുക്ക് കിട്ടാവുന്ന സാർവത്രികതയാണ് തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാൻ പോകും. ചർച്ചയിലേക്ക് കടക്കുമ്പോൾ, ഇന്ന് ലഹരികൾ ലഭിക്കാൻ പല കാരണങ്ങളും നാട്ടിൽ സുലഭമാണ്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത നിരക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഇതെല്ലാം ലഭിക്കാനുള്ള കാരണങ്ങൾ പല വിധത്തിലാണ്. അതെല്ലാം വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ലഹരി ഇന്ന് പിന്നെ സാർവത്രികമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്നുള്ളത് അതിന്റെ കാരണങ്ങളെ തേടിയുള്ള ഒരു യാത്ര തന്നെയാണ്. കുട്ടികളിലേക്ക്, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളിലേക്ക് ലഹരി എത്താനുള്ള ഒരുപാടധികം കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ ചർച്ച പിന്നെ കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുക ഈ നാട്ടിലെ യുവാക്കളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലേക്ക്
എത്രത്തോളം വെച്ചാൽ UP സ്കൂളിൽ പഠിക്കുന്ന, LP-യിലേക്ക് ഇത്രത്തോളം എത്തിയിട്ടില്ല, UP സ്കൂളുകളിൽ പഠിക്കുന്ന 5, 6, 7 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളിലേക്ക് പോലും എങ്ങനെയാണ് ഇത് എത്തുന്നത് എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ഒരു മർമ്മവും യഥാർത്ഥത്തിൽ അവർ തന്നെയാണ്. എങ്ങനെയാണ് ഒരു 6ാം ക്ലാസ്സുകാരൻ, 7ാം ക്ലാസ്സുകാരൻ, നമ്മൾ ഈ അടുത്ത് കേട്ട വാർത്തയാണ്, കണ്ണൂർ ജില്ലയിലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ലഹരി എത്തിച്ചു കൊടുക്കുന്ന അവിടെയുള്ള MDMA-യുടെ ഒരു കാരിയർ ആയിട്ട് മാറുന്നു എന്നുള്ളത്. എങ്ങനെയാണ് 7ാം ക്ലാസ്സുകാരെ പെൺകുട്ടി ആ സ്കൂളിലെ മറ്റു കുട്ടികൾക്കൊക്കെ ഈ ലഹരി വസ്തു കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നത്? അത് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു കൗതുകത്തിന് ഉപയോഗിച്ച് വെക്കാം, പക്ഷെ ഇത് എത്തിച്ചു കൊടുക്കാൻ മാത്രം ആ കുട്ടി മാറുന്നുണ്ട് എങ്കിൽ ഇതിന്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് തന്നെയാണ് നമ്മുടെ ചർച്ച ഊന്നി പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളിലേക്കാണ് ഈ വിഷയം എത്തുന്നത് എന്നതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ അവരുടെ വിഷയം അവരുടെ പ്രായമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നോക്കൂ, കേവലം 10, 11, 12 വയസ്സുള്ള കുട്ടികളാണ് ഒരു UP പ്രായം എന്ന് പറയുമ്പോൾ ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ച അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മളിത് പറയുമ്പോൾ വേറെ ഏതെങ്കിലും കുട്ടികളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ വാർത്തയിൽ പറഞ്ഞ ആ കുട്ടികളെ ഒന്നും മനസ്സിലാക്കേണ്ട, നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികൾ ആലോചിച്ച് നോക്കിയാൽ മതി. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ അവർക്കൊരിക്കലും നമ്മളെപ്പോലെ ഒരു കാര്യത്തെ ചിന്തിക്കുവാനോ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ അത് പ്രശ്നമാണല്ലോ, അതുകൊണ്ട് എനിക്കത് വേണ്ട എന്നാലോചിക്കുവാനുള്ള വകതിരിവ് യഥാർത്ഥത്തിൽ അവർക്ക് ഉണ്ടാവുന്നില്ല. കാരണം അവരുടെ പ്രശ്നമല്ല, അത് അവരുടെ കുറ്റമല്ല, അവരുടെ പ്രായത്തിന്റെ ഒരു ചാബല്യാണ്. അവരൊക്കെ നമ്മളും ശരിക്കും ആ ഒരു പ്രായത്തിലൂടെ കടന്നുപോയ ആളുകളാണ്. ആ പ്രായത്തിൽ നമുക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളും പെട്ടുപോയേക്കാവുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുട്ടികളിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അവർ പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത് അവരുടെ ഒരു മാനസികമായ വളർച്ച തന്നെയാണ്. ഒരു കുട്ടി ആ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഏറ്റവും പൂർണ്ണതയിലേക്ക് എത്തുക യഥാർത്ഥത്തിൽ അത് ഒരു 18 മുതൽ 21 വയസ്സ് വരുമ്പോൾ ആ കുട്ടി പ്രായമാകുമ്പോഴാണ്. കേവലം നമ്മൾ പ്രായപൂർത്തിയായി എന്ന് പറയുന്ന 18 മുതൽ 21 വയസ്സ് വരെ എത്തുമ്പോഴാണ് ആ കുട്ടിയുടെ തലച്ചോറിന്റെ വികാസം ഡെവലപ്മെന്റ് ഏറ്റവും പൂർത്തിയാവാം. ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ നമ്മൾ കാണുന്ന കേസുകളിൽ പലപ്പോഴും കുട്ടികളാണ് ഏറ്റവും അധികം കൗൺസിലിംഗ് കേസുകൾക്കും പരാതികളോടൊക്കെ വരുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ആ കുട്ടികളിലേക്ക് ഇതൊരു വിഷയം ഈ ഒരു പ്രശ്നമായിട്ട് എത്തുമ്പോൾ അവർക്കത് പ്രശ്നമാണെന്ന് അപഗ്രഹിക്കാനുള്ള ഒരു ചിന്തയിലേക്ക് അവർ പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കുട്ടികൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാരണത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു മൂലയുണ്ടെങ്കിൽ തന്നെ അവർ ഇതിന്റെ ഭാഗമാവാനുള്ള സാധ്യത ഏറുകയാണ്. കുട്ടികളിലേക്ക് എത്താനുള്ള 1-2 കാര്യം മാത്രം ഞാൻ വളരെ പെട്ടെന്ന് പറയാം. ഒരു പരീക്ഷാ കാലഘട്ടമാണല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം സീസൺ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം മുതൽ മാർച്ചിൽ പ്രധാനപ്പെട്ടവരുടെ SSC അടക്കമുള്ള പിന്നെ കുട്ടികളുടെ പരീക്ഷ മെയിൻ എക്സാം വരുന്നുണ്ട്. പരീക്ഷ എന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രെസ്സാണ്, ഒരു ടെൻഷനാണ്. ഈ ടെൻഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്ന് മാനേജ് ചെയ്യാൻ നമ്മൾ ആലോചിച്ചു. ചെറിയ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ടെൻഷൻ എങ്ങനെ മാനേജ് ചെയ്യാം? ഇതുപോലെ ഈ ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു പരീക്ഷ പേടി, ഒരു ഭയം വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ മാനേജ് ചെയ്യാൻ പലപ്പോഴും കുട്ടിക്ക് സ്വന്തമായിട്ട് കഴിയില്ല. അപ്പൊ പലപ്പോഴും ഒരു ആശ്വാസ കേന്ദ്രം കുട്ടി നോക്കി നടക്കും. അങ്ങനെ നോക്കി നടക്കുമ്പോൾ ഉമ്മയിൽ നിന്നോ ഉപ്പയിൽ നിന്നോ ആ കുട്ടിയുടെ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ ആ പരീക്ഷയെ പേടിക്കുന്നു വേണ്ട, പഠിച്ചാൽ മതി, ഇങ്ങനെ കാര്യം ചെയ്താൽ മതി, നേരത്തെ ഒന്ന് സിസ്റ്റമാറ്റിക് ആയാൽ മതി എന്ന വാക്കുകളൊന്നും കേൾക്കാതെ തന്റെ കൂട്ടുകാരിയായ സീനിയറായ ആ കുട്ടി പുറത്തൊരു ഹീറോ ആയി നോക്കിക്കാണുന്ന ഒരു കുട്ടി ആ കുട്ടിയിലേക്ക് വന്ന് എടാ ഇതൊന്ന് ഉപയോഗിച്ചാൽ മതി, ഈ ഒരു സാധനം ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല, നിനക്ക് പരീക്ഷ പേടിയല്ലേ പ്രശ്നം, ആ പേടി മാറ്റാനുള്ള ഏറ്റവും നല്ല പരിഹാരമാണ് ജസ്റ്റ് ഇതെടുക്കുക, ഒരൊറ്റ പഫ് വലിക്കുക എന്നൊരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്താൽ സ്വാഭാവികമായിട്ടും ഈ കുട്ടിക്ക് വേറൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ആ കുട്ടിയുടെ ലക്ഷ്യം എന്താ? പരീക്ഷ പേടി മാറണം. ഈ പരീക്ഷപ്പടി മാത്രമല്ല, കുട്ടികൾ ഈ പറഞ്ഞ പോലെ ഒറ്റപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും. ഒന്ന് മാറി ഇന്ന് ലോൺലി ആയി പല കാരണം കൊണ്ടും ഒരു ചീത്ത കേട്ടാൽ കളിച്ചു. നമ്മളൊക്കെ എത്ര കുട്ടികൾ ചീത്ത പറയാറുണ്ട്? ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് കേട്ട ഉടനെ തന്നെ ആ കുട്ടി മാറിപ്പോയി കരഞ്ഞ് മാറി നിൽക്കുന്ന ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം. അധ്യാപകർ ചീത്ത പറയുമ്പോൾ പല രൂപത്തിൽ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരുമ്പോൾ ഈ കുട്ടി മാറി നിന്ന് അപ്പോഴും ഒരു ആശ്വാസം കാണുക. ഇത്തരത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ എടാ ജസ്റ്റ് ഒരു പഫല്ലേ, ഒന്നട് കഴിച്ചു വെച്ചാൽ നീ അഡിക്റ്റ് ആവാനൊന്നും പോണില്ല എന്ന് പറഞ്ഞ ചില വാചകങ്ങളിലേക്കായിരിക്കും. അങ്ങനെ പലപ്പോഴും ചെറിയ ചില ടെൻഷനോ പേടിയോ, കുട്ടികൾക്കാണെങ്കിൽ പല പ്രണയ നൈരാശ്യോ, ചിലപ്പോൾ ആൺകുട്ടി പെൺകുട്ടി ഒന്നും കളിച്ചിട്ടുണ്ടാവുള്ളൂ, ഒരു ചീത്ത പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, അവനെ കളിയാക്കിയിട്ടേ ഉണ്ടാവുള്ളൂ. ഈ കളിയാക്കൽ പോലും എന്തുകൊണ്ട് ആ കുട്ടി എത്തുക പലപ്പോഴും ഈ വിഷയത്തിലേക്കാണ്. അതിലൊരു കുട്ടി വായിക്കാനുള്ളത് പലപ്പോഴും ഇതിലേക്ക് എത്തുന്ന കുട്ടികളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ ഒരു പ്രധാന വിഷയമായിട്ട് മാറുന്നുണ്ട്. ഞാൻ ആമുഖത്തിൽ തന്നെ രക്ഷിതാക്കളെ ഒന്ന് വിമർശിക്കാനുള്ള ഒരു കാരണം, വീട്ടിലെ പ്രശ്നങ്ങൾ എന്നത് ലഹരിയുടെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ബാപ്പയും ഉമ്മയും തമ്മിൽ, അച്ഛനും അമ്മയും തമ്മിൽ ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ, വീട്ടിൽ അത്ര നല്ലൊരു ഒരു സമാധാന അന്തരീക്ഷം അല്ലാത്ത വീടുകളാണ് എങ്കിൽ ആ കുട്ടികൾ സ്വാഭാവികമായിട്ടും ആ അച്ഛനോടോ അമ്മയോടോ ഒന്നും തുറന്നു പറയാത്ത സാഹചര്യം ഉണ്ടാവും. അവർ പലപ്പോഴും അവർക്കൊരു ആശ്വാസമായി മാറുന്നത് ഈ സീനിയറോ അവരുടെ കൂടുതൽ സമപ്രായക്കാരായ മറ്റു കുട്ടികൾ ഇത് ഉപയോഗിക്കുന്ന ഒരു ഗ്യാങ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോകുന്നതോ അതൊരു വലിയ ആശ്വാസമായിട്ട് കുട്ടികൾ കാണുകയാണ്. വീട്ടിൽ നിന്ന് ലഭിക്കാത്തത് മറ്റെവിടെ കിട്ടുമോ അവിടെ തേടി അവർ പോകാനുള്ള ഒരു കാരണം കൂടിയായിട്ട് മാറും. അപ്പോൾ പ്രധാനപ്പെട്ട് പറയാനുള്ളത്, കുട്ടികളുടെ ഒരു പ്രായം ഇതായത്
ആയതുകൊണ്ട് തന്നെ അവരിലേക്ക് എത്താനുള്ള സാധ്യതയും അത് അവർക്ക് തിരസ്കരിക്കാനുള്ള അതിന്റെ മനോഭാവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനിയും ഇത്തരം വാർത്തകൾ നമ്മൾ കേൾക്കാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായും ഡോക്ടർ ഷഹബാസ് ഇവിടെ അതിന്റെ കുട്ടികളുടെ ഒരു മനഃശാസ്ത്രത്തെയും അവരുടെ ശാരീരികമായ ഒരു വളർച്ചയും മുന്നിൽ നിർത്തിയാണ് ഇതിന്റെ സാധ്യതകളിലേക്ക് ബന്ധിപ്പിച്ച് സംസാരിച്ചത്. അത് ഇതിലേക്ക് ചേർത്തി തന്നെ നമ്മൾ പറയണം, വളരെ വ്യാപകമായി ഒരു പക്ഷേ നമ്മുടെ ഒരു കോമൺ മലയാളിയുടെ, ഒരു പൊതു മലയാളിയുടെ എല്ലാവരുടെയും വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്ന് നമുക്ക് പറയാൻ പറ്റാവുന്ന ഒരു കാരണമാണ് അടുത്ത് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. അഥവാ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ് സാമാന്യവൽക്കരണം, നോർമലൈസേഷൻ എന്ന് പറയും. നോർമലൈസേഷൻ, സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കുട്ടികൾ സ്വാഭാവികമായും അവരുടെ ബുദ്ധി വളർച്ചയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പലരും അവരൊരു അബ്സോർബ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്ന് എന്താണ് ശരിയെന്നും തെറ്റെന്നും ഗൗരവമെന്നും എന്താണ് എളുപ്പമുള്ളത് എന്നും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു പ്രായത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചിത്രം ഞാനിങ്ങനെ സങ്കല്പിക്കാൻ നമുക്കൊക്കെ മനസ്സിൽ ചിത്രീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം പറയാം. നമ്മുടെ വീട്ടിലെ ലിവിംഗ് റൂമിൽ TV ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ അതിന് പുതിയ OTT പ്ലാറ്റ്ഫോമുകളുണ്ട്, ഒക്കെ സജ്ജീകരിച്ച TV ഉണ്ട്. നമ്മൾ ആ TV-യിൽ സിനിമ കാണാണ്, അല്ലെങ്കിൽ സീരീസ് കാണാണ്, വെബ് സീരീസ് കാണാണ്, സോ ആൻഡ് സോ എന്തോ ഒരു സംഗതി നമ്മളിങ്ങനെ കാണുന്നു. അതിനൊരു രംഗം ഇങ്ങനെ വരാണ്. ആ രംഗത്തിൽ മദ്യപിച്ച അല്ലെങ്കിൽ പുതിയ രൂപത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടുള്ള അടിമയായിട്ടുള്ള അതിന്റെ പേരിൽ ആ ഒരു ലഹരിയുടെ മത്തിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ഒരു രംഗം അതിങ്ങനെ സംഭവിക്കുന്നു. ആ രംഗത്തിന്റെ ഒരു പശ്ചാത്തലം അനുസരിച്ച് ഒരു പക്ഷേ നല്ല കോമഡി ആയിട്ടാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത് എങ്കിൽ എന്തുണ്ടാകുക, ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ ഇരിക്കുന്നു, അവൻ പലതും അബ്സോർബ് ചെയ്ത് പഠിക്കുന്ന സാഹചര്യത്തിലുള്ള എല്ലാവരും ഇരിക്കുന്ന ഒരു സദസ്സിൽ ഈ രംഗം കാണുന്നതിനനുസരിച്ച് നമ്മുടെ പാരന്റ്സ് എന്താ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ മുതിർന്നവരെന്താ ചെയ്യുന്നത്, ആ രംഗത്തിന്റെ തമാശ കണ്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു തവണയല്ല കാണുന്നത്, ഇത് വ്യത്യസ്തങ്ങളായ തവണകളിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സ്വാഭാവികമായ കാര്യമാണ് ലഹരി ഉപയോഗം, അതിനോടനുബന്ധമായി വരുന്ന തമാശകളും ജീവിതത്തിലെ അങ്ങനത്തെ സാഹചര്യങ്ങളും ഒക്കെ എന്നാണ് കുട്ടി സ്വാഭാവികമായും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിന്റെ മറുവശമാണ് ഇപ്പൊ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ വളരെ അടുത്ത സമയങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളുടെ ഒരു പശ്ചാത്തലം. അതുമല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു 100 കോടിയുടെ ക്ലബിലേക്കൊക്കെ കയറി ചെന്നിട്ടുള്ള വിജയം ആഘോഷിച്ച സിനിമകളുടെ പട്ടിക നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ എന്നാണ്, ഞാൻ ആ സിനിമയുടെ പേരുകളൊന്നും പറയുന്നില്ല, എന്നാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. അതിലെ ആ സിനിമയിലെ നായകന്റെ വേഷം എന്താണ്, നായകൻ ചെയ്യുന്ന ഇതിവൃത്തം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന ലഹരി ഉപയോഗവും ലഹരിയുടെ പുതിയ സംഗതികൾ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് അത് ആസ്വദിച്ച് അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗിച്ച് ക്യാമ്പസിലേക്ക് ഹീറോവൽക്കരിക്കപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥികളുടെ ചിത്രവും അവരുടെ മനോഹരമായ ക്യാമ്പസ് ലൈഫും ഒക്കെ കണ്ട് അത് ആരാണ് കാണുന്നത്? കുട്ടി ഒറ്റയ്ക്ക് മാത്രമല്ല പലപ്പോഴും കാണുന്നത്. ഇതൊരു കുടുംബമായി നമ്മൾ എല്ലാവരും ഇരുന്ന് കണ്ടാസ്വദിക്കാണ്. അത് സ്വാഭാവികമായും നമുക്ക് പറയാനുണ്ടാവുക അത് സിനിമയല്ലേ, അത് സിനിമയുടെ സെൻസിൽ എടുത്താൽ പോരെ, അഭിനയമല്ലേ, അഭിനയത്തിന്റെ സെൻസിൽ എടുത്താൽ പോരെ എന്നായിരിക്കും സ്വാഭാവികമായും നമ്മൾ ചോദിക്കുന്ന മറു ചോദ്യം. എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫ്രീക്വന്റായി ഇത്തരം സീനുകൾ കാണുന്ന, അത് നോർമലൈസ് ചെയ്യപ്പെടുന്ന, സാമാന്യവൽക്കരിക്കപ്പെടുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ, അവന്റെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു ഹീറോയിസത്തിന്റെ ഫാന്റസി ചിത്രങ്ങൾ എന്ന് പറയുന്നത്, പിന്നെ അവർ സ്വീകരിക്കുന്ന മാതൃകകൾ എന്ന് പറയുന്നത്, പിന്നെ ക്യാമ്പസിൽ ഇത്തരം ആഘോഷങ്ങളും സ്വാഭാവികമായും സ്കൂളിലേക്ക് ചെന്നാൽ, ക്യാമ്പസിലേക്ക് ചെന്നാൽ അവിടെ ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന എല്ലാവരും നമ്മളൊന്ന് ബഹുമാനിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഒരു ഹീറോ പട്ട ലഭിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടി ആ വഴിയിലേക്ക് പോകുന്നതിൽ സ്വാഭാവികമായി തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമായി അത് മാറുകയാണ്. അപ്പൊ നമ്മൾ കാണും ഇത്തരം സിനിമകളും സീരിയലുകളും പ്രദർശിപ്പിക്കപ്പെടുന്ന, ആഘോഷിക്കപ്പെടുന്ന ഇത്തരം കമ്പോള വസ്തുക്കളും ഒക്കെ നമ്മുടെ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിന്റെ അപകടം എന്താണ് എന്ന് ആലോചിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നമ്മൾ അതിന്റെ ഒക്കെ ഒരു പരിസരത്താണ് എന്നത് ഇതിന്റെ മറ്റൊരു വശമാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ ഭയങ്കര വൈരുദ്ധ്യമാണ്. ഈ സിനിമകളിലൊക്കെ ഒരു നിയമമുണ്ട്. ഇപ്പോ സിനിമ തുടങ്ങുന്ന സമയത്ത് തിയേറ്ററിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വാചകം മാത്രമേ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഇത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എല്ലാ സിനിമകളും തുടങ്ങാറുള്ളത്. ഇത് കേൾക്കുന്ന ഒരാൾക്ക് എന്താ ചിന്തിക്കേണ്ടത്? ആ സിനിമയിൽ ഇത്തരം രംഗങ്ങൾ ഉണ്ടെങ്കിലും ശ്വാസകോശം എന്നുള്ളത് സ്പോഞ്ച് പോലെയാണ്. അപ്പൊ ഇത്തരം ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന രംഗങ്ങൾ ഉണ്ടായേക്കാം, അത് എന്റെ ശരീരത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന ബോധ്യം ആദ്യമേ കൊടുക്കാറുണ്ട്. ഇതെന്തൊരു വൈരുദ്ധ്യം എന്ന് വെച്ചു, സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഇത് പ്രശ്നമാണ് എന്ന് ബോധ്യപ്പെടുത്തി, പിന്നെ ആ സിനിമയിലുടനീളം എത്രത്തോളം ചിലപ്പോൾ ഒരു കണക്ക് വന്നത്, ഒരു പ്രധാനപ്പെട്ട ഒരു മലയാള സിനിമ ഇറങ്ങിയതിൽ 80% സമയവും ലഹരി ഉപയോഗിക്കുന്ന സീനുകളായിരുന്നു എന്നാണ്. ആലോചിച്ച് നോക്കണം. സിനിമയിലെ 100%-ൽ 80%-ഓളം ലഹരി ഉപയോഗിക്കുന്ന സീനുകൾ മാത്രമായിട്ട് കൊണ്ടുപോയ മലയാള സിനിമകൾ വരെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമയിൽ വേറെ വൈരുദ്ധ്യമുണ്ട്.
ഇപ്പോ സിനിമയിലെ വലിയ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് വരുന്ന സൂപ്പർ സ്റ്റാറുകളായിട്ട് വരുന്ന ആളുകൾ അവർ ലഹരിക്കെതിരെ ഭയങ്കരമായി ശബ്ദിക്കുന്ന ആൾക്കാരാണ്. ഇത് പല ആഡുകളും അഡ്വർടൈസ്മെന്റ് ഒക്കെ വരുമ്പോൾ ലഹരിക്കെതിരെ അങ്ങനെ പോരാടുന്ന സമയത്ത് സ്കൂളിലൊക്കെ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾക്ക് പോലും ഉദ്ഘാടനം ചെയ്യാറ്. അതിനൊക്കെ വലിയ ആൾക്കാരായിട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്ന ആളുകൾ അവർ പിന്നീട് ആ സിനിമയിൽ തന്നെ ലഹരി ഉപയോഗത്തിന്റെ ആഗോള വ്യാപാരികളായി, പിടികിട്ട പുള്ളികളായി, മയക്കുമരുന്നൊക്കെ മാഫിയയുടെ തലവനായിക്കൊണ്ടൊക്കെ മാറുന്ന വളരെ വൈവിധ്യാത്മകമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. വേറെ നിങ്ങൾ ആലോചിച്ച് സിനിമകളിലും സീരിയലുകളിലും നമ്മൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ലഹരി ഉപയോഗിക്കുന്ന ഒരു സീൻ ഉണ്ടെങ്കിൽ ആ സീനിന്റെ ഏറ്റവും അടിയിൽ ഒരു മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ മൊബൈലിൽ കാണുന്ന ഒരു വീഡിയോ ആണെങ്കിൽ ഏറ്റവും താഴ്ഭാഗത്തായിക്കൊണ്ട് വലതു ഭാഗത്തോ ഇടതു ഭാഗത്തോ ഏറ്റവും മൂലയിൽ കാണാൻ പറ്റും. ഇപ്പോൾ മദ്യപിക്കുന്ന ഒരു സീനാണെങ്കിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് ഏറ്റവും മൂലെ ഒരാളും കാണാതിരിക്കാനാണോ എന്ന് സംശയിക്കുന്ന രൂപത്തിൽ അത്ര ചെറുതാക്കി കൊടുക്കുന്ന സാഹചര്യം കാണാൻ കഴിയും. ഇത് കണ്ടുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ഓരോ കുട്ടികളും നമ്മുടെയൊക്കെ വീടുകളിൽ സ്വീകരണ മുറിയിൽ നമ്മുടെ ബെഡ്റൂമിലൊക്കെ ഇരുന്ന് കുട്ടികൾ ഫോണിലും ടി വിയിലൊക്കെ ഇത് കാണുമ്പോൾ അവരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും അതിപ്പോ ഉപ്പാന്റെ കൂടെ, അച്ഛന്റെ കൂടെ, അമ്മയുടെ കൂടെ ഒന്നിച്ചിരുന്നല്ല ഞാനത് കണ്ടത്. അപ്പൊ അവരും കണ്ടല്ലോ, അപ്പൊ അവർക്കൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പൊ എനിക്ക് മാത്രം വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത് സമയത്ത് അതൊരു കോമഡി വൽക്കരിക്കപ്പെട്ട സീനാണെങ്കിൽ ഇരുന്ന് ചിരിക്കൂടെ ഇരിക്കുന്നു. അതെ. വേറെ കാര്യം വെച്ചാല് പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ അടിച്ചു നോക്കൂ, ലഹരി എന്നുള്ള വിഷയം നമുക്ക് തൽക്കാലം മാറ്റി നിർത്തുകയാണെങ്കിൽ കുട്ടികൾക്കിടയിൽ ഈ സാധനം ഇത്തരം ചിന്തകൾ ഉണ്ടാക്കാൻ സിനിമകൾ എത്രത്തോളം പ്രാപ്തരാകുന്നത് വേറെ ഉദാഹരണമാണ് തല്ലുമാല എന്ന പേരിൽ നടന്ന സിനിമ. ഞാൻ പേര് വളരെ ബോധപൂർവ്വം എടുത്തിട്ടത്. തല്ലുമാല എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അത്രേ. ആ സിനിമ അത് കണ്ട കുട്ടികൾ പിന്നീട് സ്കൂളുകളിൽ അത് ആവർത്തിക്കുന്ന രൂപം ഇന്ന് ഒരുപാട് വാർത്തകളിൽ നമുക്കൊന്നും സുപരിചിതമായ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ തന്നെ പല വാർത്തകളും നമ്മൾ കേട്ടു. കുട്ടികൾ സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ തന്നെ പരസ്പരം തല്ലുന്ന, ഒരു ക്ലാസ്സും മറ്റേ ക്ലാസ്സും തല്ലുന്ന, ആ ക്ലാസ്സും സീനിയർ ക്ലാസ്സുകളും തല്ലുന്ന, സീനിയർ ഇപ്പൊ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ബേസ്മെന്റ് അടി ഉണ്ടാവുന്ന, എത്രത്തോളം വെച്ചാല് ഒരു സ്കൂൾ മറ്റൊരു സ്കൂളിനെ പോയി തല്ലുന്ന അവസ്ഥയിലേക്ക് വരെ ഈ സിനിമ കാരണം കുട്ടികൾ മാറി എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് കുട്ടികൾ ഈ സിനിമയിലെ കാഴ്ചകൾ ഒപ്പിയെടുക്കുന്നത്. അവർ അത് തന്നെയാണ് യാഥാർത്ഥ്യം എന്നതും. ഇത് വേറൊരു വരി എന്ന് വെച്ചാല് പിന്നെ ഈ ഇടയ്ക്ക് കാസർഗോഡ് നിന്ന് വന്നൊരു വാർത്ത കേട്ടിരുന്നു. അവിടെ ഒരു സ്കൂളിലെ കുട്ടികൾ വേറെ സ്കൂളിലെ കുട്ടികളെ പരസ്പരം തല്ലുകയാണ്. അപ്പൊ ആ കുട്ടിയെ ഇതുപോലത്തെ ഒരു പബ്ലിക് ഒപ്പീനിയൻ വീഡിയോ എടുക്കേണ്ടി അവിടെ പോയപ്പോ ആ കുട്ടിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ പോയി അപ്പുറത്തെ ഒരു സ്കൂളിൽ കുട്ടി പോയി തല്ലിയല്ലോ, ഭയങ്കര വിവാദം പ്രശ്നമൊക്കെ ഉണ്ടായി, ആ കുട്ടിക്ക് കുറെ പരിക്കൊക്കെ ഉണ്ടായി, എന്തിനാ തല്ലിയെന്ന് ആ കുട്ടിയോട് വളരെ മാന്യമായി ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ആ സ്കൂളിലെ കുട്ടി ഞങ്ങളുടെ സ്കൂളിലെ കുട്ടിയെ തല്ലി, അപ്പൊ ഞങ്ങൾ മൊത്തം കൂട്ട തല്ലുണ്ടായി. അതിന്റെ ഒരു വീഡിയോ ഞങ്ങളുടെ കുട്ടി എടുത്തിരുന്നു. ആ വീഡിയോ എടുത്തപ്പോ ആ വീഡിയോയ്ക്ക് പിന്നെ ഒരു ചെറിയ റീൽ ഉണ്ടാക്കി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു. ആ വീഡിയോയുടെ റീച്ച് നോക്കിയപ്പോ ഇത്ര ലൈക്ക് അതിന് കിട്ടിയുള്ളൂ, ഇത്ര വ്യൂ അതിന് കിട്ടിയുള്ളൂ. അപ്പൊ ഇപ്രാവശ്യം അതിനേക്കാൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തല്ല് ബോധപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് കുട്ടികൾ പറയുന്ന അവസ്ഥയിലേക്ക് ആലോചിക്കണം. അത്രത്തോളം ലൈക്കിന് വേണ്ടിയും റീച്ച് കിട്ടാൻ വേണ്ടിയൊക്കെ സിനിമയിലെ കാഴ്ചകൾ അതുപോലെ ഒപ്പിയെടുക്കുന്ന ഒരു വിഷയത്തിനെ കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഈ ഒരു പോയിന്റ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ രണ്ട് കാര്യം സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഇതൊക്കെ അങ്ങനെയൊക്കെ യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിച്ചാൽ പോലും നമുക്ക് ചോദിക്കേണ്ടത് അത് സിനിമയല്ലേ, സിനിമയെ ആ സെൻസിൽ എടുത്താൽ പോലും ആയിരിക്കും ചോദിക്കാം. നമുക്ക് നമ്മുടെ നാട്ടിലെ ചാനൽ ചർച്ചകൾ അങ്ങനെ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ചർച്ചകളിലൊന്നും ലഹരിയുടെ വ്യാപനത്തിന്റെ ഈ ഒരു കാരണത്തെ കുറിച്ച് ചർച്ചയേ ചെയ്യാറില്ല. എന്നാൽ അത് സിനിമയല്ലേ, സിനിമയെ ആ സെൻസിൽ എടുക്കണ്ടേ എന്ന് ചോദിക്കുന്ന അതേ ആളുകൾ ഒരുപക്ഷെ സിനിമയിൽ വരുന്ന പുരോഗമനം, സോക്കോൾഡ് പുരോഗമനത്തിനെതിരായി വരുന്ന കാര്യങ്ങളെ, അതുണ്ടാക്കുന്ന സ്വാധീനത്തെ കുറിച്ച് മണിക്കൂറുകൾ ചർച്ച ചെയ്യുകയും ചെയ്യും. ആ വസ്ത്രധാരണത്തെ കുറിച്ച് നടത്തുന്ന വിമർശനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് സിനിമയല്ലേ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ആണും പെണ്ണും തമ്മിലുള്ള ഇന്റിമസി സീനുകൾ അത് ഏതെങ്കിലും നിലക്ക് ഒരു ചർച്ചയായി വിമർശിക്കപ്പെട്ടാൽ അത് സിനിമയുടെ സെൻസിൽ എടുക്കണ്ടേ എന്നാണ് ചോദിക്കുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സിനിമയുടെ സെൻസിൽ എടുക്കണ്ടേ, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് അത് സ്വാധീനം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. ലഹരി ഉണ്ടാക്കുന്ന വിപത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ റൂട്ട് കോസിലേക്ക് ഇറങ്ങി അതിന്റെ പ്രശ്നപരിഹാരത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ പലപ്പോഴും ആളുകൾ തയ്യാറാകുന്നില്ല എന്നതാണ്. അതുകൊണ്ട് സ്ട്രീറ്റ് ലോഗ് കേൾക്കുന്ന രാമനാട്ടുകരയിലെ പരിസരത്ത് നിന്ന് ഈ ശബ്ദത്തെ കേൾക്കുന്ന ആളുകളോട് വിസ്റ്റം സ്റ്റുഡൻസ് നടത്തുന്ന ഒരു ആഹ്വാനം, നിങ്ങളൊരു ആത്മവിചിന്തനം നടത്തണം. നമ്മുടെയൊക്കെ വീടുകളിൽ പ്ലേ ചെയ്യപ്പെടുന്ന, നമ്മുടെയൊക്കെ സ്ക്രീനുകളിലൂടെ കടന്നു പോകുന്ന രംഗങ്ങൾ നമ്മുടെ കുട്ടികളിൽ ഇനി ലഹരി മാത്രമല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവ വൈകല്യങ്ങൾക്ക് എത്രമാത്രം ഇത് കാരണമാകുന്നു എന്നതിനെ കുറിച്ച് ഒരാത്മപരിശോധന നമ്മൾ തന്നെ ഒന്ന് കണ്ണടച്ച് ഇന്ന് രാത്രി നടത്തിയാൽ കിട്ടുന്ന ഉത്തരത്തെ കുറിച്ച് മാത്രമാണ് സ്ട്രീറ്റ് ലോഗ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നർത്ഥം. ഇതോടൊപ്പം ചേർത്ത് വേണ്ടി പറയാം, കുട്ടികൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുന്ന അവരുടെ സ്ക്രീനിൽ അവർ കാണുന്ന വിഷയങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഇൻഫ്ലുവൻസർമാർ എന്നത്. പോകാലിച്ചോക്കൂ, ഈ സംസാരം കേൾക്കുന്നതിൽ മുതിർന്ന ഒരു 25 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കൊന്നും ഇന്നത്തെ കുട്ടികൾ, ആൽഫ ജനറേഷൻ നമ്മൾ വിളിക്കുന്ന ഇന്നത്തെ ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, ആ കുട്ടികൾ അവർ കാണുന്ന കാഴ്ചകൾ എന്താണ്, അവരുടെ ലോകത്തുള്ള ചർച്ചകൾ എന്തൊക്കെയാണ്, അവർക്കിടയിലെ സംസാരങ്ങൾ എന്തൊക്കെയാണ്, ആ സംസാരങ്ങൾ അവർ ഉപയോഗിക്കുന്ന ചില ഭാഷകൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും കഴിയുന്നില്ല. ഇതിന്റെ യാഥാർത്ഥ്യത്തെ വെച്ചാൽ കുട്ടികൾ പലപ്പോഴും ചില സെലിബ്രിറ്റികളെ ഭയങ്കര ഹീറോ ആയിട്ട് കാണുന്നു.
അത് സിനിമയിലുള്ള ആളുകളെ മാത്രമല്ല, മറിച്ച് അവർ കാണുന്ന ഇൻസ്റ്റാഗ്രാമിലെ റീലുകളിൽ, അവർ കാണുന്ന യൂട്യൂബിലെ ഷോർട്സുകളിലൊക്കെ തത്സമയം കുട്ടിയോട് വന്ന് സംസാരിക്കുന്ന, അവരുമായി സംവദിക്കുന്ന, അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കുന്ന ഒരുപാടധികം ആളുകൾ, അവർക്ക് വലിയ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാവും. അവരെയൊക്കെ റോൾ മോഡലായി കാണുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയും. ഒരു പേരെടുത്ത് പറയാവുന്ന ഒരു വിഷയമാണ് തൊപ്പി എന്നൊരു കുട്ടി. നമ്മൾ കേട്ടിട്ടുണ്ടാവും. തൊപ്പി എന്ന പേരിൽ ഒരു കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വളരെ സജീവമായി തന്നെ കുട്ടികൾക്കിടയിൽ കുട്ടികളോട് സംവദിക്കുന്ന ഒരു കുട്ടി വന്നിരുന്നു. ആ കുട്ടിയുടെ പ്രത്യേകത ഉണ്ട്. എന്ത് പറഞ്ഞാലും തെറി വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്ന, അശ്ലീലങ്ങളും ആഭാസങ്ങളും മാത്രം പറഞ്ഞു നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കിടയിൽ, ചെറിയ കുട്ടി എന്ന് പറയുമ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ സംസാരിച്ചത് ഒരു 6 വയസ്സുള്ള കുട്ടി, ഇങ്ങനെ അയൽവാസിയാണ്. ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ പോലും അവൻ പറഞ്ഞത് തൊപ്പിയിലെ ഞങ്ങളുടെ ഹീറോ, എന്തൊക്കെയാണ് ഓപ്പണായി പബ്ലിക്കിൽ വിളിച്ചു പറയുന്നത്, ആ ധൈര്യം ഒന്നും വേറെ ആർക്കും ഇല്ലല്ലോ എന്ന് 6 വയസ്സുള്ള കുട്ടി പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം. ആ തൊപ്പിയെ അത്രമേൽ ഹീറോ ആക്കി മാറ്റുന്ന ചെറിയ പ്രായത്തിൽ കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്. അവരെ ഫോളോ ചെയ്യുന്നത്, അത്തരം ആളുകളെ ഫോളോ ചെയ്യുന്നത് അവർ പറയുന്ന കാര്യങ്ങളിലെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടല്ല, അതിലെ ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ടല്ല, മറിച്ച് അവർ പറയുന്ന ആ തെറി വാക്കിലൂടെ അവർക്ക് കിട്ടുന്ന ആ ഒരു ആസ്വാദനം ഉണ്ടല്ലോ. എന്തും ഏതും എവിടെയും എങ്ങനെയും ഓപ്പണായും അല്ലാതെയും ഒക്കെ പറയാം, അതിന് യാതൊരു പ്രശ്നവുമില്ല, അതിന് ലൈസൻസ് ഉണ്ട് എന്ന് പറയുന്ന രൂപത്തിലേക്കുള്ള ഒരു കൾച്ചർ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ആ സംസ്കാരത്തിനാണ് നമ്മൾ കുട്ടികളെ വിട്ടുപോകുന്നത്. അതിന് സ്വാഭാവികമായിട്ടും ഈ ഇൻഫ്ലുവൻസർമാരും വ്ളോഗർമാരും യൂട്യൂബിലെ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ അവർ പറയുന്ന കാര്യങ്ങളെ അത്തരത്തിൽ അന്ധമായി ഒപ്പിയെടുക്കുന്ന ഒരു ചെറിയ തലമുറയോട് വളർന്നു വരുന്നുണ്ട്. ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ചെറിയ കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, ഇത് കേൾക്കുന്ന മുതിർന്ന ആളുകൾ, കുറച്ച് പ്രായമുള്ള പക്വതയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ, ഇതിൽ പലപ്പോഴും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എത്ര പേർക്കുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേര് കഴിയുമെന്ന് നമുക്കൊന്ന് അറിയേണ്ടതുണ്ട് ശരിക്കും. അതായത് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കിടയിൽ നടക്കുന്ന സംസാരങ്ങളും അവർ കാണുന്ന റീലുകളും ഷോർട്സുകളും ഒക്കെ എന്താണ് അവർക്ക് കൈമാറുന്ന ആശയം ഇന്ന് നമ്മളൊന്നും അറിയുന്നില്ല. ഇന്ന് നമ്മളിപ്പോഴും കുട്ടികളെ വിമർശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഫുള്ള് നമുക്ക് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ കഴിഞ്ഞോളുന്നില്ല. പക്ഷെ അവരുടെ ലോകത്ത് നിന്നുകൊണ്ടായിരിക്കണം അവരോട് നമ്മൾ സംസാരിക്കേണ്ടത്. അവരുടെ ഭാഷ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം, അവരുടെ ചർച്ചയെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ അവരോട് സംസാരിക്കേണ്ടത് എന്നുള്ളതാണ്. കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സാർവത്രികമാകുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ പ്രത്യേകിച്ചും ലഹരി സാർവത്രികമാകാനുള്ള കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ തന്നെ 2 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മൂന്നാമതൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി പറയാൻ പറ്റുന്ന മറ്റൊന്നാണ്, ഈ ലഹരി ഉപയോഗത്തിന് ഒരാശയ പരിസരം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്ന വലിയൊരു പാപം നമ്മുടെ നാട്ടിൽ വളരെ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ലഹരി ഉപയോഗിക്കുക എന്നത് അതൊരു തെറ്റായി കണ്ട് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയും, അതല്ല ലഹരി ഉപയോഗിക്കുന്നത് അതിനൊരു ആശയ പരിസരം ഒരുക്കി കൊടുത്ത് അതിന്റെ ആദർശമായി കണ്ട് ഉപയോഗിക്കുന്ന ആളും തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ. മറ്റേതൊന്ന് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന്, ഹാംഫുൾ ആണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അത് കൺസ്യൂം ചെയ്യുന്ന ഒരു കുട്ടിയും, എന്നാൽ അതേസമയം ഇതൊക്കെയാണ് വേണ്ടത്, ഇതൊക്കെ ആദർശവൽക്കരിക്കപ്പെട്ട് ചെയ്യുന്ന ഒരു കുട്ടിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത്, ഈ സിനിമകളും സീരിയലുകളും പ്രതികളാകുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു പുതിയ സംസ്കാരം അല്ലെങ്കിൽ ഒരു പുതിയ ആദർശ പരിസരം ഒരുക്കുന്നുണ്ട്. അവർ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്, അവരുടെ ആഖ്യാനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്, പ്രസന്റേഷനുകളിലൂടെ പഠിപ്പിക്കുന്നത് ജീവിതം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് പരമാവധി ആസ്വദിക്കണമെന്നൊരു ചിന്താഗതിയാണ്. യു ഓൺലി ലീവ് വൺസ്, യോളോ എന്നാണ് അത്. അങ്ങനെ അത്തരം ഒരു ആളുകൾ വിളിക്കുക അങ്ങനെയാണ്, യോളോ, യു ഓൺലി ലീവ് വൺസ്. നിങ്ങൾ ഒരു തവണയെ ടീഷർട്ടിലൊരു പ്രിന്റ് കാണാൻ പറ്റും, YOLO എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചാൽ കാണാൻ പറ്റും. അപ്പൊ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ഒറ്റ ജീവിതമേ ഉള്ളൂ, ഈ ജീവിതം ആസ്വദിക്കാനും ആർമാദിക്കാനും ആഘോഷിക്കാനും പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെന്തിനാണ് ജീവിതം എന്ന് ചോദിക്കാണ്. അതുപോലെ തന്നെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് പറയുന്നിടത്ത് അത് മറ്റെന്തിനേക്കാൾ പുറത്ത് ധാർമ്മിക മൂല്യങ്ങളുടെയും സദാചാരത്തിന്റെയും മാതാപിതാക്കളോടുള്ള കടമയുടെയും സമൂഹത്തോടുള്ള കടമയുടെയും പഠിക്കുക എന്ന വിദ്യാർത്ഥിയുടെ ആദ്യത്തെ 3 ഉത്തരവാദിത്വത്തിനേക്കാളും ഒക്കെ അപ്പുറത്ത് എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് സന്തോഷിച്ചിരിക്കൽ മാത്രമാണ്. ടു ബി ഹാപ്പി, ഹാപ്പിനെസ്, സന്തോഷം കണ്ടെത്തൽ മാത്രമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും ഇത് ആദർശവൽക്കരിക്കപ്പെട്ട് പഠിപ്പിച്ചെടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നിയമസഭാ സെഷനിൽ പോലും കഴിഞ്ഞ ആഴ്ചക്ക് മുമ്പ് ഗംഭീരമായ ഒരു ചോദ്യോത്തര സെഷൻ ഉണ്ടായിരുന്നു. 1 മണിക്കൂർ നീളുന്ന നമ്മുടെ നിയമങ്ങൾ ഉണ്ടാക്കുന്ന നിയമസഭയിൽ ഗംഭീരമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ചർച്ചകൾ നടത്തി നിയമങ്ങൾ കൊണ്ടുവന്ന് ബോധവൽക്കരിച്ച് വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗത്തെ കുറയ്ക്കാൻ മതസംഘടനകളും സാമൂഹ്യ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ഒന്നിച്ച് ശ്രമിക്കുമ്പോൾ തന്നെ കുട്ടികൾ മനസ്സിലാക്കുന്നത് എന്താണ്, അവരെ നമ്മുടെ പാഠപുസ്തകത്തിലൂടെ പോലും പഠിപ്പിക്കുന്നത് എന്താണ്, ജീവിതം എന്ന് പറയുന്നത് ആർമാദിക്കാനുള്ളതാണ്, ആഘോഷിക്കാനുള്ളതാണ്, സന്തോഷിക്കാനുള്ളതാണ്, സന്തോഷത്തിന്റെ വകകൾ കണ്ടെത്താൻ മാത്രമുള്ളതാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു കുട്ടിയോട് എന്തിനാണ് MDMA ഉപയോഗിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് എന്റെ സന്തോഷം എന്നൊരു കുട്ടി പറഞ്ഞാൽ
എങ്ങനെയാണ് നമുക്കതിനെ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? അല്ലെങ്കിൽ ഇതല്ല ശരി, ഇതല്ല ശരിയായ വഴി, ഇങ്ങനെയല്ല സന്തോഷം കണ്ടെത്തേണ്ടത്, സന്തോഷിക്കാൻ പറ്റുന്ന എല്ലാം ഒന്നും മനുഷ്യൻ ആസ്വദിക്കാനും ആഗ്രഹിക്കാനും പറ്റുന്നതല്ല എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്പേസ് പോലും ഇല്ലാത്ത വിധം മതങ്ങളില്ല, ധർമ്മങ്ങളില്ല, അതുപോലെ സദാചാരങ്ങളില്ല എന്ന് പഠിപ്പിക്കപ്പെടുന്നിടത്ത് ഡോക്ടർ ഷഹബാസ് അതൊരു വലിയൊരു പ്രശ്നമല്ല. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ വിസ്ഡം സ്റ്റുഡൻസിന് കീഴിൽ ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചപ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് ഇതുവരെ നമ്മൾ ഏകദേശം 200ഓളം സ്കൂളുകൾ നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പല ക്ലാസ്സുകളും വിദ്യാർത്ഥികൾക്ക് എടുത്തിട്ടുണ്ട്. ലഹരി വിരുദ്ധ ബോധവൽക്കരണം എതിരെ എന്നായിരുന്നു ഇതിന്റെ പേര്. എതിരെ എന്ന പേരിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. എതിരെ എന്ന പേരിടാൻ ഒരു കാരണമുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ശബ്ദിക്കുന്നത് ലഹരിക്കെതിരെ മാത്രമല്ല, ലഹരി അടക്കമുള്ള അധാർമികതകളും തോന്നിയവാസങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഒരു കൾച്ചർ ഉണ്ട്. അത് ഉണ്ടാക്കിയെടുക്കാൻ ചില ആളുകൾ ബോധപൂർവ്വം പണിയെടുക്കുന്നുണ്ട്. അവർക്കെതിരെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പോരാട്ടം. അപ്പോൾ അത്തരം വിഷയങ്ങൾ കുട്ടികൾ നിരന്തരം സ്കൂളിൽ സംസാരിക്കുമ്പോൾ കുട്ടികളിൽ നിന്ന് വരുന്ന പല ഫീഡ്ബാക്കുകളുണ്ട്. കുട്ടികളോട് ചോദിക്കും എന്തൊക്കെയാണ് ലഹരിയിലേക്ക് എത്താനുള്ള കാരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതിൽ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും അപകടകരമായ ഒരു കാരണമാണ് ഇവിടെ സഫ്വാൻ ബറാമിയോട് പറഞ്ഞത്. അതായത് കുട്ടികൾ പറയുന്ന ഒരു ന്യായം, അതിപ്പോ ഞാൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ എന്താ പ്രശ്നം? നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന കുട്ടിയെ നേരിൽ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയോട് ചോദിക്കുകയാണ് മോനെ അത് ഉപയോഗിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്, വലിയ അപകടം ഉണ്ടാക്കുന്ന സാധനമാണ്, വലിയ നിന്റെ ശരീരവും മനസ്സും നിന്റെ ഭാവിയും കുടുംബവും എല്ലാം നശിപ്പിക്കുന്ന ഒന്നാണ് എന്നൊക്കെ പറഞ്ഞാലും അവൻ വളരെ കൂളായിട്ട് നമ്മളോട് തിരിച്ചു ചോദിക്കുകയാണ് അതിപ്പോ ഞാനാണ് ഉപയോഗിക്കുന്നത്, സാർക്ക് ഇപ്പൊ എന്താ പ്രശ്നം എന്ന് ഡോക്ടർമാരോടും പോലീസുകാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി എന്താണ്? ഈ പറഞ്ഞ പോലെ യു ഓൺലി ലിവ് വൺസ് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നും. ജീവിതം ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കാം, ആസ്വാദിക്കാം, അർമാദിക്കണം. ഈ പറയുന്ന അർത്ഥം സന്തോഷിക്കേണ്ടെന്നല്ല, ജീവിതം സന്തോഷിക്കാനുള്ളത് തന്നെയാണ്. പക്ഷെ സന്തോഷത്തിനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് തങ്ങൾ തന്നെ തീരുമാനിക്കും. ഇതിന് യാതൊരാളും അതിരുകളോ അരുതുകളോ ബൗണ്ടറികളോ സീമകളോ കൊണ്ടുവരാൻ നിങ്ങൾക്കാർക്കും അവകാശമില്ല. എന്റെ ജീവിതം ഞാൻ മാത്രമേ തീരുമാനിക്കേണ്ടത് എന്ന് പറയുന്ന കാഴ്ചപ്പാട് അത്യന്തം അപകടകരമാണ്. എത്രത്തോളം വെച്ചാൽ കുട്ടികൾ പറഞ്ഞ ചില ന്യായങ്ങളുണ്ട്. മൈ ബോഡി മൈ റൈറ്റ്, എന്റെ ശരീരം എന്റെ അവകാശമാണ്. ഞാനിപ്പോ ഒരു സിഗരറ്റ് വന്ന് വലിച്ചു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്റെ ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, എന്റെ ശരീരത്തിന് കുറച്ച് അപകടം ഉണ്ടായി, ഞാനത് സഹിച്ചു എന്ന് കുട്ടികൾ പറയാറുണ്ട്. പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഒരൊറ്റ സിമ്പിൾ ഉത്തരം. ചെറിയൊരു കുട്ടി ഇത് ഉപയോഗിച്ചുകൊണ്ട് അവന് ഇത് ഉപയോഗിച്ച് ഭാവിയിൽ ഒരു ക്യാൻസർ വന്നു, ഒരു ലിവർ ക്യാൻസർ വന്നു, അതൊരു ട്രാൻസ്പ്ലാന്റേഷൻ നടത്തേണ്ട അവസ്ഥ വന്നു, അത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമാക്കേണ്ടി വന്നു. ആരാണ് ആ കുട്ടി കരൾ കൊടുക്കുക? എന്റെ ജീവിതം എന്റെ അവകാശമാണ് എന്ന് നാൾക്കുനാൾ ഉറക്കെ പാടുന്ന, അത് പാടാൻ പ്രേരിപ്പിക്കുന്ന ആ ആളുകൾ കൊടുക്കും കരള്? ഇല്ല. അവസാനം പോകേണ്ടി വരെ സ്വന്തം അമ്മയുടെയും അച്ഛന്റെയും അടുക്കലേക്കായിരിക്കും, ബ്ലഡ് മാച്ച് ചെയ്യുന്ന ആളുകളിലേക്കായിരിക്കും. അതുകൊണ്ട് എന്റെ ജീവിതം എന്റെ അവകാശമാണ്, ഞാൻ ഇഷ്ടമുള്ള പോലെ അടിച്ചു പൊളിക്കും എന്ന് പറയുന്ന ന്യായം അത്യന്തം ബാലിശമാണെന്ന് തിരിച്ചറിയണം. അതുപോലെ തന്നെ കുട്ടികൾ പറയാറുള്ള മറ്റൊരു സിദ്ധാന്തമാണ് ഹാം പ്രിൻസിപ്പിൾ. ഞാനിത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നമില്ലാത്തടത്തോളം കാലം ഞാൻ ഉപയോഗിക്കുന്നത് എന്റെ ശരിയാണ്, എന്റെ ധാർമ്മികത എന്റെ അവകാശമാണ് എന്ന് പറഞ്ഞൊരു ന്യായം. എത്രത്തോളം വെച്ചാല് ഞാൻ ഇവിടെ നിന്ന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ലല്ലോ, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, അല്ലാത്തടത്തോളം ഈ ഹാം പ്രിൻസിപ്പിൾ പ്രകാരം എനിക്ക് ഇത് ഉപയോഗിക്കാം എന്നൊരു ന്യായം പറയുന്ന ആളുകൾ പലപ്പോഴും ഈ സ്മോക്കിങ്ങിനെ കണക്ക് വരുന്നുണ്ട്. ഈ സ്മോക്കിങ്ങിൽ പാസീവ് സ്മോക്കിംഗ് ഒരു സാധനമുണ്ട്, നമുക്കറിയുണ്ടാവും. അതായത് ഇവിടെ നിന്നിപ്പോ ഒരാൾ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ അയാൾ തൊട്ടപ്പുറത്തുള്ള 2 മീറ്റർ ചുറ്റളവുള്ള ആളുകൾക്കൊക്കെ ആ സിഗരറ്റ് വലിച്ച ആളെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അപകടകരമായി അവരുടെയൊക്കെ ശരീരത്തിലും അത് ബാധിക്കുമെന്നുള്ളത് കണക്കുകൾ പ്രകാരം പറയുന്നതാണ്. അത് വലിച്ചു വിടുന്ന ആള് ഫുള്ള് ഉള്ളിലേക്ക് വലിച്ചു കയറ്റിയല്ല, പുറത്ത് വിടുന്നുണ്ട്. പലതും തൊട്ടടുത്ത ആളുകൾ ശ്വസിക്കുന്നുണ്ട്. അതിൽ തന്നെ രോഗികളുണ്ടാവും, പ്രായമായവരുണ്ടാവും, ഗർഭിണികളുണ്ടാവും. അവരെയൊക്കെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോ പിന്നെ ചില കുട്ടികൾക്ക് പറയുന്നുണ്ട് സാറേ ഇപ്പൊ പുകവലിയല്ലേ പ്രശ്നം, മദ്യപാനമല്ലേ പ്രശ്നം. ഒരു ഈയിടയ്ക്കൊരു പിന്നെ യൂട്യൂബിൽ വ്ളോഗർ, ആ വ്യക്തിയെ പിന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അദ്ദേഹം ഒരു പുതിയ സിന്തറ്റിക് ലഹരി ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു, ഭയങ്കരമായ കുറെ റീച്ചൊക്കെയുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് കസ്റ്റഡി എടുത്ത് പോലീസ് എറണാകുളം ജില്ലയിലാണ്, അവിടെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോ ആ വ്യക്തി പറയാണ് സാറേ കള്ളു കുടിച്ചാൽ കരള് പോവും, സിഗരറ്റ് വലിച്ചാല് പിന്നെ ശ്വാസകോശം പോവും, എന്നാൽ ഏറ്റവും പുതിയ കഞ്ചാവ് പോലുള്ള സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ച വേറെ പ്രശ്നമൊന്നുമില്ല സാറേ, കരളും പിന്നെ ശ്വാസകോശം സേഫ് അല്ലേ എന്ന് പറയുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ ഏറ്റെടുത്ത് നടക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഡോക്ടറാണ്, ഈ സംസാരിക്കുമ്പോൾ നമുക്കറിയാം സിന്തറ്റിക് ലഹരികളായിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കള്ളു കുടിക്കുമ്പോൾ കരള് പോകുന്നത് പോലെ, പിന്നെ നമ്മൾ പുക വലിക്കുമ്പോൾ ശ്വാസകോശം പോകുന്നത് പോലെ ആയിരിക്കില്ല. ശരീരത്തിലെ ഓരോരോ അവയവങ്ങളും ഇഞ്ചായിക്കൊണ്ട് അത് ഇല്ലാതാക്കുന്ന അവസ്ഥ കാണാൻ കഴിയും. ഇത് തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ കാരണം. ഈ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ ഒരു കേസ് വന്നിരുന്നു. ഒരു കുട്ടി, ആ കുട്ടിയും അമ്മയുമായിട്ട് ഹോസ്പിറ്റലിൽ വന്നാണ്. ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അമ്മയാണ് ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാറുള്ളത്. അപ്പൊ അമ്മ ഒരു ദിവസം ഈ കുട്ടിയുടെ നാവിലൊരു പുണ്ണ് കണ്ടപ്പോ ആ കുട്ടി ചോദിച്ചു അമ്മ നാവിലൊരു പുണ്ണുണ്ട് എന്താ ചെയ്യേണ്ടി വെച്ചപ്പോ ഒരാഴ്ച വെയിറ്റ് ചെയ്ത് നോക്കാം, നാവിൽ പുണ്ണൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതിന് കുറവുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുട്ടി നേരെ പിന്നെ അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു നമുക്കൊരു ഡോക്ടറെ പോയി കാണിക്കാം. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ഒരാഴ്ചക്കുള്ള ആന്റിബയോട്ടിക് മരുന്ന് കൊടുത്തു.
ഒരാഴ്ച മരുന്ന് കഴിച്ചു, പക്ഷെ ഒരു മാറ്റവും ഇല്ല. വായിലുള്ള ആ പുണ്ണ് അത് കൂടി വരികയാണ്. അപ്പൊ ഈ കുട്ടി വീണ്ടും ഇത് നടപടിയാവുന്നില്ല, മരുന്നിൽ മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും അതേ ഡോക്ടർ അടുക്കിലേക്ക് വന്നു. ആ ഡോക്ടറോട് സംസാരിച്ച് ഡോക്ടർ ഇങ്ങനെ പ്രശ്നമുണ്ട്, നാവിൽ പുണ്ണ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇത് സംഗതി ചെറിയൊരു നാവിലെ പുണ്ണല്ല, ഇതിന് പിന്നെ എന്തൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചില ടെസ്റ്റുകൾക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു. ആ ടെസ്റ്റ് റിസൾട്ട് പിന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ റിസൾട്ട് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞു മോൻ പുറത്തിരിക്കുക, അമ്മ ഉള്ളിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഉള്ളിലേക്ക് വന്ന് ഡോക്ടറോട് സംസാരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു മോന് വായിൽ പുണ്ണുണ്ടായിരുന്നല്ലോ, അത് കേവലം പുണ്ണല്ല, അതൊരു ഓറൽ ക്യാൻസർ ആണ്, നാവിന് ബാധിച്ചൊരു ക്യാൻസർ ആണ്. ഈ ക്യാൻസർ നാവിന് മാത്രമല്ല ബാധിച്ചിട്ടുള്ളത്. ഈ ടെസ്റ്റിന് റിസൾട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരീരത്തിൽ പല അവയവങ്ങളെ ഇത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. മോന്റെ ആയുസ് ഇത്ര വർഷമാണ്, ഇത്ര മാസമാണെന്ന് ആ ഡോക്ടർ എഴുതി ആ ഉമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടതോടുകൂടി ആ ഉമ്മ അവർ തലകറങ്ങി വീഴാണ്. തൊട്ട് പുറത്ത് കാത്തിരിക്കുന്ന ആ മകൻ ഇത് കേട്ട് ഉമ്മയുടെ വീഴ്ചയുടെ ആഘാതം കേട്ടുകൊണ്ട് ഉള്ളിലേക്ക് കയറി വന്നു. അങ്ങനെ ആ മോനോടും ഉമ്മയോടും കൂടി ഡോക്ടർ തുറന്നു പറഞ്ഞു മോന്റെ പ്രശ്നം നീ ഒരു ലഹരി വസ്തു ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത് കേട്ട് ആ ഉമ്മയ്ക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ഉപ്പയില്ലാതെ വളർത്തിയ, അച്ഛനില്ലാതെ വളർത്തിയ ആ മോനെ ആ കുട്ടി ഞാൻ പോലും അറിയാതെ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും അത് കഴിഞ്ഞ് ഈ കുട്ടിക്ക് ഒരു ക്യാൻസർ വന്നതും അവന്റെ ആയുസ് തിട്ടപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു എന്നതും ആ ഉമ്മയ്ക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ രൂപത്തിലേക്ക് മാറി പിന്നീട് ആ കുട്ടിക്ക് മരണപ്പെട്ടു. ഞാൻ പറഞ്ഞ ചില നേർ ചിത്രങ്ങളാണ് ഇത്. ഉപയോഗിക്കുന്ന ആളുകളുടെ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളും കൊണ്ടുപോയി പോകുന്നതിന്റെ ചില നേർ ചിത്രങ്ങളാണ്. അപ്പൊ പിന്നീട് എങ്ങനെയാണ് ഇവർക്ക് പറയാൻ കഴിയുക ഇതിപ്പോ എന്റെ ഇഷ്ടമല്ലേ, എന്റെ സ്വാതന്ത്ര്യമല്ലേ, എന്റെ അവകാശമല്ലേ എന്ന് പറയാൻ യാതൊരു ന്യായവുമില്ല എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലേക്ക് പോകുമ്പോൾ ഇവിടെ പിന്നെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഇതിന് ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് വേണ്ട ആശയ പരിസരം അല്ലെങ്കിൽ അതിനൊരു ആദർശവൽക്കരണം നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ കേൾക്കുന്ന ചിലർക്കെങ്കിലും തോന്നാം ഇത് വിസ്ഡം സ്റ്റുഡൻസ് അങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതാണ്, ഈ ഒരു ക്യാപ്ഷനും അതെ അതിശയോക്തി കലർത്തി പറയുന്നതാണെന്നൊക്കെ തോന്നാം. അങ്ങനെ തോന്നുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ വ്യക്തതയോടുകൂടി നമ്മൾ പറയാണ് ഇങ്ങനൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ യുവതലമുറയുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ കർമ്മശേഷിയെ, അവരുടെ ബുദ്ധിശേഷിയെ, അവരുടെ ക്രിയാത്മകതയെ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന കഞ്ചാവ് നിയമവൽക്കരിച്ച് ഇവിടെ പിന്നെ സാർവത്രികമാക്കണം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഈ ശബ്ദം കേൾക്കുന്ന പലർക്കും അറിയാം. അദ്ദേഹത്തെ നമ്മുടെ നാട്ടിലെ മീഡിയകൾ ആധുനിക മനുഷ്യൻ എന്ന ടാഗ് ലൈൻ കൊടുത്താണ് ആഘോഷിക്കുന്നത്. ആധുനിക മനുഷ്യൻ എന്ന് വിളിക്കുന്ന മൈത്രയൻ എന്ന പേരിൽ എല്ലാവർക്കും സുപരിചിതമായ മനുഷ്യൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും കേൾക്കെ പറഞ്ഞ വാചകമാണ് നമ്മൾ പറയുന്നത്. കഞ്ചാവ് ലീഗലൈസ് ചെയ്യലാണ് പുതിയ തലമുറയുടെ പുതിയ നൂറ്റാണ്ടിന്റെ ആവശ്യമെന്ന് പറയുന്ന മൈത്രയന്മാരോടുള്ള ധർമ്മസമരമാണ് വിസ്ഡം സ്റ്റുഡൻസ് സ്കൂളുകളിലും വിദ്യാർത്ഥികളോടും ക്യാമ്പസുകളിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ധർമ്മസമരം, ഈ വിദ്യാർത്ഥി കാലത്തിന്റെ ധർമ്മസമരം എന്ന് പറയുന്നത് ഇത്തരം പിന്നെ വൃത്തികേടുകളെ, ഇത്തരം പിന്നെ മനുഷ്യനെ ഇല്ലാതെ ചെയ്യുന്ന വസ്തുക്കളെ ആദർശവൽക്കരിച്ച് ഹീറോവൽക്കരിച്ച് കുട്ടികൾക്കിടയിൽ സാർവത്രികമാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ, അത്തരം ആദർശങ്ങൾക്കെതിരെ, അവർ ഉയർത്തിവിടുന്ന ആഘോഷ പ്രഖ്യാപനങ്ങൾക്കെതിരെ ധർമ്മസമരം നടത്തിയാണ് ഈ സംഘം മുന്നോട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ രക്ഷിതാക്കളെയും ക്യാമ്പസ് വിദ്യാർത്ഥികളെയും ക്ഷണിക്കുകയാണ്. ഈ മാസം 23-ാം തീയതി നമ്മുടെ തന്നെ പരിസരത്തുള്ള ഫറൂഖ് വെച്ച് നടക്കുന്ന ക്യാമ്പസ് കോൺഫറൻസ് ഇത്തരം ആലോചനകൾ, ഇത്തരം ആദർശങ്ങൾ, ഇത്തരം ചിന്തകൾ വിദ്യാർത്ഥികൾക്ക് കൈമാറുന്ന ഒരു സംഗമത്തിലേക്ക് ഈ ക്ഷണിക്കാൻ കൂടി ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പൊ നമ്മള് കുറെ കാരണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതിന് കുറെ പ്രത്യാഘാതങ്ങളുണ്ട്. ഈ ലഹരി, പലതരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കുമ്പോൾ ഡോക്ടറിന് ഇത്തരം പ്രത്യാഘാതങ്ങളെ കുറിച്ച് എന്താണ് പറയാൻ? ഇതിലിപ്പോ പറഞ്ഞതുപോലെ കുട്ടികൾക്ക്, പ്രത്യേകിച്ചും കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്യാനുള്ള കാരണം അവരാണ് ഏറ്റവും അധികം ഇതിന് ഉപയോക്താക്കൾ എന്നതുകൊണ്ട് തന്നെയാണ്. അത് പറയാൻ ഒന്നൊരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഇന്ന് ലഭ്യമാവുന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം, നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഈ പറയുന്ന ആളുകൾ ഭയങ്കരമായി എക്സാഗ്രേറ്റ് ചെയ്ത് വലിയ സംഭവമായി അതിശയോക്തി കലർത്തി പറയാമെന്നൊരു തോന്നല് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. കഴിഞ്ഞ ടേമിൽ നമ്മൾ നിയമസഭയിൽ തന്നെ വന്ന ചില കണക്കുകൾ, ഔദ്യോഗികമായി സർക്കാർ തന്നെ പുറത്തുവിട്ട ചില കണക്കുകൾ ഞാൻ വായിക്കാം. കുട്ടികളിലേക്ക് ഈ ലഹരി വസ്തുക്കൾ എത്താനുള്ള കാരണങ്ങളെ പറ്റി പറയുന്ന പഠനങ്ങൾ നടത്തിയത് 78% കുട്ടികളും ഒരു ആകാംക്ഷയോട് കൂടിയാണ് പലപ്പോഴും ഇതിലേക്ക് എത്താനുള്ള കാരണം. ഒരു ആകാംക്ഷയോടുകൊണ്ട് എന്തൊക്കെ ഒന്ന് അറിയണമല്ലോ എന്ന് ചിന്തിച്ചുള്ള കുട്ടികൾ എത്തുന്നത്. 12% കുട്ടികൾ ഇതിനെപ്പറ്റി യാതൊരു ബോധ്യവും ഇല്ലാത്ത, അവയർനെസ് കിട്ടാത്തത് കൊണ്ടാണ് എത്തുന്നത്. ബാക്കി 8% കുട്ടികൾ പലപ്പോഴും വീട്ടിലെ പ്രശ്നങ്ങളോ അവരെ കെയർ ചെയ്യാൻ ആളുകളില്ലാത്തത് കൊണ്ട് എത്തുന്നു എന്നാണ് പറയുന്നത്. ഇനി എന്തിനു വേണ്ടി കുട്ടികൾ എത്തുന്നു എന്ന് പറയുന്നതിന്റെ കാരണം പറയുന്നതിന് 72% കുട്ടികളും എത്തുന്നത് സമപ്രായക്കാരായ കുട്ടികൾ തമ്മിലുള്ള ഒരു സമ്മർദ്ദം കൊണ്ടാണ്.
നേരത്തെ പറഞ്ഞില്ല, ഒരു കുട്ടി കൂടെ പഠിക്കുന്ന ഒരു കുട്ടി അതുകൊണ്ട് ഇങ്ങനെ പ്രഷർ ചെലുത്താണ്, എടാ ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, നീ മാത്രം ഉപയോഗിക്കാത്തുള്ളൂ, അപ്പൊ നീ കൂടി ഉപയോഗിച്ചാൽ നമുക്ക് പൂർത്തിയാക്കി നമ്മുടെ ഗ്യാങ് ആയിട്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ പഠിക്കുന്ന കുട്ടികൾ, സഹപാഠികളായ കുട്ടികൾ സമ്മർദ്ദം കൊടുക്കുന്നതാണ് 72% കുട്ടികൾ ഉപയോഗിക്കാനുള്ള കാരണം. 51% ഈ പറഞ്ഞതുപോലെ സന്തോഷം ലഭിക്കാൻ വേണ്ടിയാണ് 51%. കുറച്ചൊരു പ്ലഷറൊക്കെ വേണമല്ലോ. ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ്? ഏറ്റവും പുരോഗമിച്ച സോ കോൾഡ് മോഡേൺ വേൾഡിലൊക്കെ ജീവിക്കുന്ന ഞങ്ങൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഉപയോഗിക്കാത്ത എങ്ങനെയാണ്? കുട്ടികൾ ഭയങ്കര മോഡേണായിട്ട് പറഞ്ഞു കാണാം. അങ്ങനെ സന്തോഷം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ആളുകൾ കാണാൻ കഴിയും. 15% ആളുകൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി എന്താണ് ഒരു തുടക്കം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്? കണക്കുകൾ പറയുന്നത് 78% കുട്ടികളും ഇതിന്റെ തുടക്കം പലപ്പോഴും സിഗരറ്റുകളിൽ നിന്നാണെന്നാണ്. ഗൗരവത്തിൽ ചിന്തിക്കണം. ഈ പരിസരങ്ങളിൽ തന്നെ എത്ര ഷോപ്പുകളിൽ സിഗരറ്റുകൾ വിൽക്കുന്നുണ്ടാവും? നോക്കൂ, ഈ സിഗരറ്റ് വിൽക്കുമ്പോൾ ആ വിൽക്കുന്ന ആൾക്കും അറിയാം, വാങ്ങുന്ന ആൾക്കും അറിയാം, ഇത് ഉപയോഗിച്ചത് കൊണ്ട് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സിഗരറ്റിന്റെ ഏറ്റവും പുറത്ത് പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ടൊബാക്കോ കോസസ് ലങ് ക്യാൻസർ, ടൊബാക്കോ കോസസ് ഓറൽ ക്യാൻസർ. ഇത് അറിഞ്ഞുകൊണ്ട് ക്യാൻസർ ഉണ്ടാക്കുന്നത് 100% ഉറപ്പുള്ള ഒരു സാധനം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് എത്രത്തോളം വലിയ മണ്ടത്തരം ആലോചിച്ചു. ഇതാണ് പലപ്പോഴും, ഈ പുകവലിയാണ് പലപ്പോഴും കുട്ടികളെ ഇത്രയും മാരകം ഡ്രഗിലേക്ക് എത്താനുള്ള 78% കാരണം പുകവലിയാണെന്ന് പറയുന്നത്. 16% കുട്ടികളാണ് ആദ്യമായിട്ട് കഞ്ചാവ് പോലുള്ള സാധനം ഉപയോഗിക്കുന്നത്. 3% കുട്ടികളാണ് സിന്തറ്റിക് ഉപയോഗിക്കുന്നത്. ഇനി ആദ്യമായി കുട്ടികൾക്ക് ഈ സാധനം ലഭിക്കുന്നത് എവിടെ നമ്മൾ കണക്കുകൾ വരുന്നുണ്ട്. 79% കുട്ടികളും ഇത് ഉപയോഗിക്കുന്നത് പലപ്പോഴും അവരുടെ ഫ്രണ്ട്സ് കൊടുത്തിട്ടാണ്. കൂട്ടുകാരാണ് ആൾക്കാർ കൈമാറുന്നത്, അല്ലാതെ കടയിലുള്ള ആളോ പുറത്തുള്ള ഏതോ ടീമോ നല്ല കൊടുക്കുന്നത്. കൂട്ടുകാർ തമ്മിൽ കൊടുക്കുമ്പോഴാണ് 79% കുട്ടികൾക്ക് എത്തുന്നത്. 7% കുട്ടികൾ കിട്ടുന്നത് സീനിയേഴ്സ് കൊടുക്കുമ്പോഴാണ്. സ്കൂളിൽ 7ാം ക്ലാസ് വരെ 8ാം ക്ലാസ് വരെ കൊടുക്കും, 10ാം ക്ലാസ് വരെ +1 വരെ കൊടുക്കും. അങ്ങനെ സീനിയേഴ്സ് കൊടുക്കുമ്പോൾ 7% കുട്ടികൾ കിട്ടുന്നു. 6% കുട്ടികൾക്കും പല കടകളിൽ നിന്നോ കിട്ടുന്നത്. സ്കൂളുകൾക്ക് 200 മീറ്റർ അകലെയുള്ള കടകളിൽ നിന്നും ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കാനോ വാങ്ങാനോ പാടില്ലെന്ന് നിയമം ഉണ്ടായിരിക്കെ പോലും പല കടകളിലും പെട്ടിക്കടകളിൽ പോലും ഈ സാധനം കൊടുക്കുന്നത് കാരണമാവുന്നുണ്ട് എന്ന് കണക്കുകൾ പറയുന്നുണ്ട്. 5% ആളുകൾക്ക് കുടുംബാംഗങ്ങളാണ് പലപ്പോഴും പല ആഘോഷങ്ങളിലും കൊടുക്കുന്നത്. ഈ പറഞ്ഞൊക്കെ ചില യാഥാർത്ഥ്യങ്ങളായ കണക്കുകളാണ്. ഈ ഡാറ്റയോട് പറയാനുള്ള കാരണം നേരത്തെ പറഞ്ഞ ഇതൊരു അതിശയോക്തിയായിട്ട് ആർക്കും തോന്നണ്ട. സർക്കാർ തന്നെ പുറത്തുവിട്ട ചില കണക്കുകളോട് വായിച്ചതൊക്കെ. ഇനി ഇതിന്റെ പ്രത്യേകതകളിലേക്ക് വരാം. സർക്കാർ വിട്ട കണക്കാണെന്ന് പറയുമ്പോൾ അതിന് ഔദ്യോഗിക കണക്ക് മാത്രമാണ്. എങ്ങനെ പോയാലും ഇതിൽ നിന്ന് കുറെ കൂടാൻ മാത്രമേ സാധ്യതകളുള്ളൂ. ഇതിൽ പറയാറുണ്ട് ഒരു ഐസ്ബർഗ് ആണ്. ഐസ്ബർഗ് എന്ന് നമുക്ക് അറിയുണ്ടാവും. ഈ ടൈറ്റാനിക് ഒക്കെ ഐസ്ബർഗിൽ ഇടിച്ചു എന്നാ പറയുന്നത്. അതായത് ഒരു കപ്പൽ പോയി ഇടിക്കുന്ന ഏറ്റവും ഒരു മഞ്ഞുമലയുടെ ഏറ്റവും മുകൾ ഭാഗം മാത്രമേ കാണാറുള്ളൂ. എന്നാൽ ആ മഞ്ഞുമലയുടെ ഏറ്റവും മുകൾ ഭാഗം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിന് താഴെ എത്രയോ കിലോമീറ്ററുകളോളം ആഴവും വ്യാപ്തിയും ഇതിലുണ്ടെന്നുള്ളതാണ്. പിടിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് കേസുകൾ നിലനിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. എത്രത്തോളം ചെറുതാരം കൂടി പറയാം. പലപ്പോഴും പിടിക്കപ്പെടുന്ന ലഹരി വസ്തുക്കൾ, അത് ഏറ്റവും പുതിയ സിന്തറ്റിക് ലഹരികളാവട്ടെ, ആ ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ നമ്മൾ പിടിക്കപ്പെടുമ്പോൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പല കണക്കുകളും പറയുന്നത് ആ വസ്തു ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയുന്നത് അതിന്റെ ഒരു 5% 10% മാത്രമേ അതിൽ കാണുള്ളൂ എന്നുള്ളതാണ്. അത്രത്തോളം അതിനെ പല രൂപത്തിൽ ആർട്ടിഫിഷ്യലായിട്ട് പലതും ആഡ് ചെയ്യുന്ന, കുട്ടികളെ പറ്റിക്കുന്ന അവസ്ഥ പോലും ഇതിലേക്ക് ഉണ്ട് എന്നതുകൂടി എനിക്ക് ചേർത്ത് വായിക്കുകയാണ്. ഇനി അതിന്റെ ഒരു പ്രത്യേകതകളിലേക്ക് വരാം. കുട്ടികളെ പലപ്പോഴും ഇത് മാനസികമായിട്ടും ശാരീരികമായിട്ടും വലിയ രൂപത്തിൽ ബാധിക്കുന്നുണ്ട്. വിചാരിച്ചു. പിന്നെ മാനസികമായിട്ട് കുട്ടികളെ ബാധിക്കുന്നു എന്നത് പറയുമ്പോൾ ആരും ചിന്തിക്കേണ്ടതില്ല, അതൊക്കെ ഉണ്ടാവുമോ, കുട്ടികളെ മാനസികത ഉപയോഗിച്ചാൽ കഴിഞ്ഞില്ലേ എന്നൊരാളും ചിന്തിക്കേണ്ടതില്ല. കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ചിലതാണ്. കുട്ടികളെ മാത്രം മാറ്റി നിർത്താം. കുട്ടികൾക്ക് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതില്ല. പൊതുസമൂഹത്തിന് മൊത്തത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്ന ലഹരി എന്തൊക്കെയാണെന്ന് അറിയാം. മോഷണങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം ലഹരിയാണ്, കൊലപാതകങ്ങൾ വർദ്ധിക്കാൻ കാരണം ലഹരിയാണ്, റോഡിലെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ലഹരിയാണ്, പല അക്രമങ്ങളും പിന്നെ ആഭാസങ്ങൾക്കും ഒക്കെയുള്ള കാരണം ലഹരി തന്നെയാണ്. മാനസികമായിട്ട് പലപ്പോഴും കുട്ടികൾക്ക് ഇത് പലപ്പോഴും എത്തിക്കുന്നത് അവർ എത്തുന്ന പല ഷിസോഫ്രീനെ പോലെയുള്ള മാനസികമായ മെന്റൽ ഡിപ്രഷൻ അടക്കമുള്ള ഈ ഡിപ്രഷനും വിഷാദ രോഗവും കുട്ടികളെ പലപ്പോഴും എത്തിക്കുന്നത് സൂയിസൈഡൽ ടെൻഡൻസിയിലേക്കാണ്. പല കുട്ടികളുടെയും ഈ ഇടയ്ക്ക് നടന്ന ആത്മഹത്യകളുടെ കണക്കുകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന ചോദ്യത്തിന് ഉത്തരം ആ കുട്ടി പലപ്പോഴും എപ്പോഴും ഒരു ലഹരി വസ്തു ഉപയോഗിച്ചിട്ടുണ്ട്. ആ വസ്തു ഉപയോഗിച്ച് സ്വാഭാവികമായിട്ട് കുട്ടിയാണല്ലോ, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീടും ഇത് കിട്ടാൻ ഒരു ത്വര മനസ്സിലുണ്ടാവും. അത്രത്തോളം അഡിക്റ്റ് ആവുമ്പോൾ എങ്ങനെയെങ്കിലും ഇത് കിട്ടണമെന്ന് ചിന്തയായിരിക്കും ഉണ്ടാവുക. കുട്ടിയോട് ചോദിക്കാൻ പറ്റുമോ? അച്ഛനോട് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. കൂട്ടുകാരോട് ചോദിക്കാൻ പറ്റുമോ? ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഇത് പാത്തും പതുങ്ങി നമുക്ക് ഉപയോഗിക്കുന്ന കുട്ടിക്ക് ഇതെങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ളൊരു വലിയ ഒരു അഭിമാനം ഉണ്ടാവും, ഒരു അഡിക്ഷൻ ഉണ്ടാവും. ആ ഒരു സ്റ്റേജിലേക്ക് കുട്ടി എത്തും യഥാർത്ഥത്തിൽ. അങ്ങനെ എത്തുന്ന കുട്ടി പലപ്പോഴും ഇത് കിട്ടാതാവുമ്പോൾ ഇതെനിക്ക് എന്നെ കൊണ്ട് ഇത് കിട്ടാതെ ജീവിക്കാൻ പോലും കഴിയില്ല എന്ന് ചിന്തിച്ച അവസാനം മരണത്തിലേക്ക് പോകുന്ന പല സൂയിസൈഡ് വാർത്തകളും പല കണക്കുകളും നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇത് ഈ രൂപത്തിൽ പോയി കഴിഞ്ഞാൽ മാനസികമായി നമ്മുടെ കുട്ടികളൊക്കെ വലിയ രൂപത്തിലുള്ള മസ്തിഷ്ക പ്രക്ഷാളനങ്ങൾക്ക് കാരണമാവും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി ശാരീരികമായ 1-2 പ്രശ്നങ്ങൾ ഞാൻ പറയാം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിഗരറ്റ് വലിക്കുന്ന പാക്കറ്റിന്റെ ഏറ്റവും പുറംഭാഗം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ടൊബാക്കോ കോസസ് ക്യാൻസർ. ടൊബാക്കോ ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്നത് ഒരു ക്യാൻസറിന് കാരണമാവുന്നതാണ്. എന്തൊക്കെ ക്യാൻസറുകളാണ്? യഥാർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ
പുകവലിക്കുന്ന ഒരു വ്യക്തി പുകവലിക്കുമ്പോൾ ആ വ്യക്തിയുടെ വായിൽ മാത്രമല്ല ക്യാൻസർ ഉണ്ടാവുക, മറിച്ച് ആ ഉപയോഗിക്കുന്ന സാധനം ടൊബാക്കോ എന്ന ഒരു ടൊബാക്കോ നമുക്കറിയാം, പുകവലിക്കുന്ന ടൊബാക്കോയിൽ നിക്കോട്ടിൻ എന്ന രാസപദാർത്ഥം ഉള്ളത്. നിക്കോട്ടിൻ എന്ന രാസപദാർത്ഥം, ആ നിക്കോട്ടിൻ ഇപ്പൊ ഈ അടുത്ത് നടന്ന കണക്കിൽ പല പഠനങ്ങളും ലാബുകൾ ടെസ്റ്റ് ചെയ്തപ്പോൾ 7000-ലധികം കെമിക്കൽ കൊണ്ടാണ് നിക്കോട്ടിൻ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. 7000-ലധികം. ഇത് പറഞ്ഞത് വെറും അതിശയോക്തിയല്ല, പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. 7000 കെമിക്കലുകൾ കൊണ്ടാണ് നമ്മൾ പുകവലിക്കുന്ന ആ പുകവലിയിലെ സിഗരറ്റ് പാക്കറ്റിലെ ഒരു സിഗരറ്റ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ നിക്കോട്ടിലുള്ള അടങ്ങിയ രാസപദാർത്ഥങ്ങൾ. ആ 7000-ൽ 69 എണ്ണം ക്യാൻസർ ഉണ്ടാക്കുന്ന കാർസിനോജനുകളാണ് എന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കേണ്ട എന്താണ്? തീർച്ചയായും ആ വ്യക്തിയുടെ വായിൽ മാത്രമല്ല, ശരീരത്തിലെ ബ്ലഡിൽ മാത്രമല്ല, ശ്വാസകോശത്തിൽ മാത്രമല്ല, കരളിൽ മാത്രമല്ല, സ്കിന്നിൽ മാത്രമല്ല, ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ക്യാൻസർ ബാധിക്കാൻ ഈ ലഹരി വസ്തുക്കൾ കാരണമാകുന്നതാണ്. ക്യാൻസറിൽ നിൽക്കുമെങ്കിൽ പോട്ടെ നിൽക്കുന്നു, കുറച്ചു കാലം കഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവുക എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷെ അതല്ല, മറിച്ച് ആ വ്യക്തിയുടെ ഹാർട്ട് ഡിസീസുകൾക്ക്, ഹാർട്ടിൽ BP കൂടും. ഈ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഹാർട്ട് സാധാരണ ആളുടെ ഹാർട്ട് മിടിക്കുന്നത് പോലെ എല്ലാം മിടിക്കുക. ആ ഹാർട്ടിന്റെ പമ്പിങ്ങിന്റെ എഫക്ട് കൂടും, പ്രഷർ കൂടും, BP കൂടും. BP കൂടുമ്പോൾ ഉണ്ടാകുന്ന മറ്റനേകം രോഗങ്ങളുണ്ട്. സ്ട്രോക്ക് അടക്കമുള്ള, കാർഡിയക് അറസ്റ്റ് അടക്കമുള്ള പല രോഗങ്ങൾ ബാധിക്കാൻ സാധ്യത ഏറെയാണ്. മാത്രം ഇതിലൊതുങ്ങി നിൽക്കുമോ? നിങ്ങൾ ആലോചിച്ചോക്കണം, എത്രത്തോളം വെച്ചാൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു അമ്മ, ആ അമ്മ ഗർഭിണിയാണെങ്കിൽ ആ അമ്മയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിന് പോലും ജനിതകമായ പല മാറ്റങ്ങളും ഉണ്ടാവുമെന്നാണ് പല പഠനങ്ങളും പറയുന്നത്. ആലോചിച്ചോക്കണം, നമ്മളിൽ മാത്രം നിൽക്കുന്ന നമുക്ക് മാറ്റി നിർത്തായിരുന്നു, മറിച്ച് അടുത്ത തലമുറയിലേക്ക് പോലും പോകുന്ന ജനിതകമായ പല മാറ്റങ്ങളും ശാശ്വതമായി ഉണ്ടാക്കുന്ന വലിയ പ്രത്യേകതകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഏതെങ്കിലും നിലക്ക് നോക്കുകയാണെങ്കിൽ നഷ്ടങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ഒരു വിഷയം മാത്രമാണ് ലഹരി. ഓക്കെ, ഇതില് ശാരീരികമായ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ പഠനവും കരിയറും എല്ലാം ഇത് ബാധിക്കും കൊണ്ടാണ് കൂട്ടിച്ചേർത്തതാണല്ലോ. നമ്മുടെ ഈ സംഗമത്തിന്റെ, ഈ സ്ട്രീറ്റ് ലോഗിന്റെ അവസാനത്തിലേക്ക് നമ്മൾ വരികയാണ്. സ്വാഭാവികമായും ഇതൊരു വ്യക്തിയെ ബാധിക്കുന്ന ഒന്നല്ല, അതുകൊണ്ട് തന്നെ അവർ മാത്രം ചൂസ് ചെയ്യേണ്ട ഒന്നല്ല എന്നത് കൃത്യമായി അടയാളപ്പെടുത്തി കണക്കുകൾ പറഞ്ഞ് അതിന്റെ ശാസ്ത്രവശങ്ങൾ പറഞ്ഞാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ, ഈ കുറ്റകൃത്യങ്ങൾ കൂടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ലഹരിയാണ് എന്ന് രാമനാട്ടുകരയിൽ വന്ന് നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ 4-5 ദിവസങ്ങൾക്ക് മുമ്പാണ് ഭയങ്കര എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകം ഇത് തൊട്ട് പിന്നെ ഓവർ ബ്രിഡ്ജിന്റെ താഴെ നടന്നത് നമ്മളെല്ലാവരും വേദനിപ്പിച്ച സംഗതിയാണ്. എന്താണ് സുഹൃത്തുക്കളായ ആളുകൾ ഒരു തന്റെ കൂടെ കഴിയുന്ന അല്ലെങ്കിൽ സുഹൃത്തുക്കളായി നടക്കുന്നവന്റെ പിന്നെ മുഖത്തേക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇടിച്ചിടിച്ച് കൊന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അടുത്ത ചെങ്കല്ലെടുത്ത് തല പൊട്ടുമാർ അടിച്ച് അവിടുത്തെ ഉപേക്ഷിച്ച് പോരാൻ, ഇന്നലെ വരെ ഒന്നിച്ച് കളിച്ച സുഹൃത്തിന്റെ തല അടിച്ചു പൊളിക്കാൻ ഈ സുഹൃത്തിനെ കാരണമാക്കിയത് എന്താണ് എന്നത് അവിടെ തന്നെ അതിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അത് അറിഞ്ഞ ആളുകളാണ്. മാത്രമല്ല നോക്കൂ, ഇതൊരു കേസല്ല. ഉമ്മയായിട്ട് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫറൂഖ് പോലീസ് സ്റ്റേഷനിലെ പിന്നെ ഇന്നലെ ബന്ധപ്പെട്ട സമയത്ത് നമ്മുടെ പ്രവർത്തകർ അവരൊരു അനുഭവം പറയുന്നുണ്ടായിരുന്നു. അവിടെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി വന്ന ഒരു ഉമ്മയും ഒരു മകളുമുണ്ട്, ഒരു അമ്മയും ഒരു മകളുമുണ്ട്. അവർക്ക് പറയാനുള്ളത്, ഇന്നലെ വരെ അവരുടെ ചോരയായി അവരുടെ വീട്ടിലുണ്ടായിരുന്ന സഹോദരൻ ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് നടത്തുന്ന അതിക്രമങ്ങളുടെ വേദനകൾ അത് വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ പരിഹരിക്കാൻ കഴിയാതെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അവിടെ കാലുപിടിച്ച് അവിടെയുള്ള ആളുകളോട് തീർത്തു വരാൻ വേണ്ടി പറയുന്ന ഒരു ദുരവസ്ഥയിലേക്ക്, പ്രയാസത്തിലേക്ക് ഇത് കൊണ്ടുചെന്നെത്തിക്കുന്നത് 100% ആ ലഹരിയുടെ കെട്ടടങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഇവർക്ക് കുറ്റബോധം ഉണ്ടാകുമെന്നത് ഈ കേസ് തന്നെ നമ്മുടെ മുന്നിൽ തെളിയിച്ച കാര്യമാണ്. അടിച്ചുവിട്ട് പിന്നെ പിന്നെ സുഹൃത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചത് എന്നാണ് പിന്നെ പത്രങ്ങളൊക്കെ നമ്മൾ വായിച്ചത്. അപ്പൊ തലേ ദിവസം ആ ലഹരിക്ക് അടിമപ്പെട്ട് ചെയ്തു പോയ ഒരു കാര്യത്തിൽ പിറ്റേ ദിവസം കുറ്റബോധം മനുഷ്യനെന്ന് നിനക്ക് തോന്നുന്നുണ്ട്. മനുഷ്യന്റെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കി കളയുന്ന, ഇവിടെ മൃഗങ്ങളുണ്ട്, ജീവനുള്ള വസ്തുക്കളുണ്ട്, ജീവനില്ലാത്ത വസ്തുക്കളുണ്ട്. ഇതിൽ നിന്നൊക്കെ മനുഷ്യരെന്ന നിലക്ക് നമ്മളെ വ്യത്യസ്തപ്പെടുത്തുന്ന മനുഷ്യന്റെ എല്ലാ നിലക്കുമുള്ള ഗുണവിശേഷണങ്ങളെയും ഇല്ലാതാക്കി കളയുന്നതാണ് ലഹരി. അവിടെ നമ്മൾ പറയുന്നത് ഈ ലഹരി വ്യക്തിക്ക് എന്തുണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മളെ ഡോക്ടർ ഷഹബാസ് ഇവിടെ ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന, സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളെ പിന്നെ ബയോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ വിശദമായി പറഞ്ഞു. ഇത് നമ്മൾ സങ്കല്പിക്കാം, ഒരു ലഹരി ഉണ്ട്, ആ ലഹരി ശാരീരികമായി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും മനുഷ്യൻ എന്ന വ്യതിരക്തതയിൽ ബോധത്തോടുകൂടെ നിൽക്കുന്ന നമ്മുടെ ബോധത്തിന് ക്ഷതമേൽപ്പിച്ച് അതിനെ ഇല്ലാതാക്കി കളയുന്ന ഒരു ലഹരിയെ കുറിച്ച് ഇസ്ലാമിനൊരു കാഴ്ചപ്പാടുണ്ട്. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കാഴ്ചപ്പാടുകൾ പകർന്നു കൊടുത്തിട്ടുള്ള ഇസ്ലാമിന് ഒരു കാഴ്ചപ്പാടുണ്ട്. ഇതെല്ലാം അംഗീകരിച്ചാൽ തന്നെയും ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു തത്വമാണ്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തന്നെ ഒരു നിലക്കുമുള്ള നാശത്തിലേക്ക് തള്ളിയിടാൻ പാടില്ല.
അതുകൊണ്ട് ലഹരി എന്ന നിലക്ക് നമ്മുടെ ബോധത്തിന്, നമ്മുടെ സ്വബോധത്തിന് ക്ഷതമേൽപ്പിക്കുന്ന, അത് അര സെക്കൻഡെങ്കിലും ക്ഷതമേൽപ്പിക്കുന്ന ഒന്നാണെങ്കിൽ അതിനോട് അടുക്കാതിരിക്കുക എന്ന ആഹ്വാനമാണ്, സന്ദേശമാണ്. അതിനോട് അടുക്കുന്നു എന്ന് തോന്നിയാൽ നമ്മുടെ സഹോദരങ്ങളെ കൈപിടിച്ചു വെക്കാൻ ഈ ശബ്ദം കേൾക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമുക്ക് അതിനുള്ള ബാധ്യതയുണ്ട്. അതിനി അവന്റെ കരിയർ നാളെ എന്താകുമെന്ന് ചിന്തിക്കുന്ന ചിലപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടാറുണ്ട്. ഇങ്ങനത്തെ പ്രോഗ്രാമിന്റെ ചില പബ്ലിസിറ്റി വർക്കൊക്കെയായി ചില സ്കൂളുകളിൽ കയറി ചെന്ന് ഈ വിഷയം സംസാരിച്ചപ്പോൾ ഭൂരിഭാഗം അധ്യാപകരും ഇതിനെ പ്രശ്നം നേരിടുന്നവരെന്ന നിലയ്ക്ക് ഈ പ്രശ്നത്തെ ടേക്കപ്പ് ചെയ്യാണ് ചെയ്തത്. എന്നാൽ വളരെ ചുരുക്കം ചില അധ്യാപകർ നമ്മോട് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, ഈ നാട് മൊത്തം ലഹരിയാണ് എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൽ അങ്ങനെ ലഹരിക്ക് വിരുദ്ധമായ ഒരു പരിപാടി തന്നെ നടത്തി എന്ന് കേട്ടാൽ ഈ സ്കൂളിലെ കുട്ടികൾ മുഴുവൻ പിന്നെ ലഹരിക്കടിമയാണ് എന്നല്ലേ വരിക. നാളെ ഈ കുട്ടികൾക്ക് പിന്നെ ഒരു കരിയർ ഉണ്ടോ, ഈ കുട്ടികൾക്ക് പിന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇത് സാധാരണ നിലക്ക് വിദ്യാർത്ഥികൾ സഹപാഠികളിൽ ഇത്തരം ലഹരി ഉപയോഗം ഉണ്ടാകുമ്പോൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഞാനിത് പറഞ്ഞു കൊടുത്താൽ അവൻ ഒറ്റിക്കൊടുക്കലാകുമോ, അവന്റെ കരിയറിങ് എന്താകും, നാളെ അവന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ എന്താകും. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഒന്നുകൂടെ ഉറഞ്ഞു ചിന്തിക്കുക. നാളെ നമ്മളിത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ അവന്റെ വീട്ടിലുണ്ടാകുന്ന, അല്ലെങ്കിൽ പത്രങ്ങളിലും കഥകളിലും സീരിയലുകളിലും ന്യൂസിലും നമ്മൾ വായിച്ചു കേട്ടതുപോലെ ഈ ഫറൂഖ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതുപോലെ നമ്മുടെ സുഹൃത്തിന്റെ, നമ്മളെ തന്നെ മാതാപിതാക്കൾ അരക്ഷിതാവസ്ഥയിൽ എന്റെ മകനിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന്, എന്റെ ഭർത്താവിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനുകളിലേക്കും ഉമ്മമാരും സഹോദരിമാരും ഭാര്യമാരും ഇങ്ങനെയുള്ളവർ പോകരുത് എന്നത് തന്നെ ചിന്തിച്ചാൽ നമ്മൾ പറയുന്നത് ലഹരി ഉണ്ടാക്കുന്നതിന്റെ ഒരംശം പോലും അതിലേക്ക് അടുക്കാതിരിക്കാൻ, ഇങ്ങനെ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ഒടുങ്ങാതിരിക്കണമെങ്കിൽ തുടങ്ങാതിരിക്കൂ എന്ന ആഹ്വാനത്തോടു കൂടെയാണ് നമ്മൾ ഇതിന്റെ അവസാനത്തിലേക്ക് എത്തേണ്ടത് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ചേർക്കാനുള്ളൂ. ഈ ഇടയ്ക്ക് സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോ കുട്ടികൾ, സാധാരണ കുട്ടികൾ ചോദിക്കാറുണ്ട്, ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഒരു 10 ഗുണങ്ങൾ ആരെങ്കിലും പറയുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ കുട്ടികൾ ഇങ്ങനെ പറയും 10 ഇപ്പൊ ഇങ്ങനെ ഇപ്പോ ആലോചിച്ചിരിക്കാറുണ്ട്. 10 എന്തായാലും ഇല്ല, അന്ന് 9 പറയാൻ പറയും, 8 പറയും, 7, 6, 5, 4, 3, 2 ഒരെണ്ണം ഒരാൾ പറയുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ഒന്നുകൂടെ ആലോചിക്കും, അത് ഭയങ്കര ഒരു ഊർജ്ജം കിട്ടില്ലേ എന്നാണ് ആകെ പറയാനുള്ള ഒരു ന്യായം ഉണ്ടാവുക. യഥാർത്ഥത്തിൽ ആ കുട്ടികളോട് പറയാറുള്ള കാര്യം എന്താ വെച്ചാല്, ആ ഊർജ്ജം എന്നത് താൽക്കാലികമായി 1, 2, 3 മണിക്കൂറുകൾ മാത്രം നിലനിൽക്കുന്ന ഊർജ്ജമാണ്. പക്ഷെ ആ ഊർജ്ജം പലപ്പോഴും അവരെ കൊണ്ട് എത്തിക്കുക എങ്ങോട്ടാണെന്നുള്ള ഒറ്റ കാരണം മാത്രം പറയാം. പെരിന്തൽമണ്ണ അങ്ങാടിയിൽ കഴിഞ്ഞ വർഷം തുടക്കത്തിൽ ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്ന സമയമായിരുന്നു. ആ ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്ന സമയത്ത് ഏറ്റവും അധികം ബദ്ധവൈരികളായ 2 ടീമുകൾ ബ്രസീലും അർജന്റീനയും. ഇതില് ബ്രസീൽ ഫാനായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടി എന്ന് പറയുമ്പോൾ ആലോചിക്കുന്ന ഒരു 10-20-30 വയസ്സുകാരായ ആളൊന്നുമല്ല, മറിച്ച് വെറും 16 വയസ്സുള്ള +1കാരനായ ഒരു കുട്ടി. അവൻ ബ്രസീൽ ഫാനായിരുന്നു. ആ കുട്ടി ഇത്തരം ഒരു ലഹരി വസ്തുവിന്, സിന്തറ്റിക് ലഹരിക്ക് അടിമയായിരുന്നു. അത് ഉപയോഗിച്ച് അതിന് അഡിക്റ്റായി, അത് കിട്ടാത്ത ഭയങ്കരമായ വിഭ്രാന്തിയിലേക്ക് എത്തിയിട്ടുള്ള കുട്ടിയായിരുന്നു. അവൻ ഈ ലഹരി ഉപയോഗിക്കുകയും അവൻ സ്വാഭാവികം ബ്രസീൽ ഫാൻ ആയതുകൊണ്ട് തന്നെ ഒരു മഞ്ഞ കളർ ജേഴ്സിയിട്ടാണ് നടന്നുണ്ടായിരുന്നത്. പിന്നീട് അവൻ പോയത് എങ്ങനെയെങ്കിലും തന്റെ ഓപ്പോസിറ്റ് എനിമി ആയിട്ടുള്ള അർജന്റീനയെ തുരത്തണം. ഇത് ആലോചിച്ചുകൊണ്ട് അവൻ അങ്ങാടിയിലേക്ക് ഇറങ്ങുകയാണ്. പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ഏറ്റവും ടൗണിൽ, നഗരത്തിന്റെ ഏറ്റവും മധ്യത്തിലേക്ക് ഒരു ഉച്ച സമയത്താണ് ഇറങ്ങിയിട്ട് അവൻ കാണുന്ന അർജന്റീന എന്നത് ഒരു നീല കളറിലെ എന്താണോ അത് അർജന്റീന. ഇങ്ങനെ കണ്ടുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ അവൻ ആദ്യം കണ്ടത് ഒരു നീലയും വെള്ളയും കളറിന്റെ പെയിന്റ് അടിച്ചൊരു ബസ് വരുന്നതായിരുന്നു. ഈ ബസ് ഓപ്പോസിറ്റ് എതിരെ അവന് വരുമ്പോൾ ഇവന് മുമ്പിൽ കാണുന്നത് അർജന്റീനയാണല്ലോ, ഇവരൊരു ബ്രസീലുകാരനാണ്. ഇവർ ഓടിപ്പോയി ആ ബസ്സിനെ ഹെഡ് ചെയ്യാണ്. അങ്ങനെ ബസ്സിനെ ഹെഡ് ചെയ്യുകയും എതിരെ വരുന്ന ബസ് സ്പീഡിലായതുകൊണ്ട് തന്നെ ഇവൻ അവർ തല പൊട്ടി ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഹോസ്പിറ്റലിൽ 1-2 ദിവസം കിടക്കുകയും ശേഷം മരണപ്പെടുകയും ചെയ്തു. ഇവിടെ സഫ്വാൻ ബറാമി പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന ഒരു വികാരമാണ് യഥാർത്ഥത്തിൽ ലഹരി സമ്മാനിക്കുന്നത്. നേരത്തെ കുട്ടികൾ പറഞ്ഞ ഒരു ഊർജ്ജം സമ്മാനിക്കുമെന്നൊരു ന്യായം ഉണ്ടല്ലോ, ആ ഊർജ്ജം മനുഷ്യനെ കൊണ്ടെത്തിക്കുക യഥാർത്ഥത്തിൽ അവൻ മനുഷ്യനല്ലാത്ത രൂപത്തിൽ. പിന്നെ ആലോചിക്കൂ, എങ്ങനെയാണ് യഥാർത്ഥത്തിൽ സ്വന്തം കൂട്ടുകാരനെ തിരിച്ചറിയാത്ത രൂപത്തിൽ ഈ രാമനാട്ടൻ അങ്ങാടിയിൽ കുട്ടിയെ കൊലപാതകം നടന്നത്? സ്വന്തം അമ്മയെ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ കുട്ടിക്ക് എങ്ങനെയാണ് അമ്മയുടെ വയറ്റിലേക്ക് കത്തിയിറക്കാൻ കഴിയുന്നത്, അച്ഛനെ കുത്തിക്കൊല്ലാൻ കഴിയുന്നത്, അച്ഛന് മകളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്? പല പോക്സോ കേസുകളും വർദ്ധിച്ചു വരാനുള്ള കാരണം എന്താണ്? യഥാർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനാകാക്കുന്ന, അവന്റെ ചിന്തയെ വലിയ രൂപത്തിൽ സ്വാധീനിക്കുന്ന, അതിനെ ഭ്രംശം സംഭവിക്കുന്ന രൂപത്തിൽ, ഒരു ഭ്രാന്തനായി മാറ്റുന്ന രൂപത്തിലേക്ക് ഈ ലഹരി വസ്തുക്കൾ കൊണ്ടെത്തിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് വരേണ്ടത് ഇതിന്റെ ആത്യന്തികമായ പരിഹാരങ്ങളിലേക്കാണ്. ഇവിടെ ഈ പറയപ്പെട്ട ഓരോരോ കാരണങ്ങളും നമ്മുടെ മക്കളിലേക്ക് യഥാർത്ഥത്തിൽ വരാൻ പാടില്ല എന്ന വലിയ വാശി നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ മക്കളിലേക്ക് ഇത് എത്താനുള്ള സാഹചര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഇനി അത് ഇല്ലാതിരിക്കാനുള്ള മാർഗങ്ങളിലേക്കാണ് നമ്മൾ ചർച്ച പോകേണ്ടതെന്ന് തോന്നുന്നത്. ചർച്ച ഈ പരിഹാരത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് സൂചിപ്പിക്കാനുള്ളത്
ഇപ്പൊ നമ്മുടെ കുട്ടികളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കും. നമ്മൾ പറയുന്നിടത്ത് അല്ലെങ്കിൽ കേൾക്കുന്നിടത്ത് അങ്ങനെ നിയന്ത്രിക്കാനൊക്കെ നമുക്ക് പറ്റുമായിരിക്കും. പക്ഷെ എത്ര കാലം നമുക്ക് നമ്മൾ തന്നെ നിയന്ത്രിച്ച് നമ്മുടെ വൈദ്യുതി കുട്ടികൾ നിർത്താൻ പറ്റുമെന്നതൊരു വലിയ ക്വസ്റ്റ്യനാണ്. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു പക്ഷേ +1 തന്നെ വലിയ ദൂരമുള്ള സ്ഥലത്തേക്ക് നാട്ടിൽ നിന്ന് അകന്നൊക്കെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിനികളാണ് നമ്മളൊരു ഒരു അക്കാദമിക സമൂഹത്തിൽ ഉള്ളത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായി നമുക്ക് അങ്ങനെ വിടേണ്ടി വരും. ഇവിടെയാണ് നമ്മുടെ മക്കൾ ഏത് പരിസരത്തേക്ക് ചെന്നാലും എവിടെ ചെന്നിറങ്ങിയാലും എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ അവരെ പ്രലോഭിപ്പിക്കേണ്ടി വന്നാലും ഇതിനേക്കാളൊക്കെ ആ പ്രലോഭനങ്ങളെക്കാളൊക്കെ മുകളിൽ ഒരു ബോധ്യം, ആരും നിയന്ത്രിക്കാനില്ലെങ്കിലും ഞാൻ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട് എന്ന ബോധ്യം വിദ്യാർത്ഥിക്ക് ഉണ്ടാക്കിയെടുക്കലാണ് ആത്യന്തികമായ പരിഹാരം. അതല്ലാതെ ഒന്നിനും ആത്യന്തികമായ ഒരു പരിഹാരം വെച്ചു കൊടുക്കുക സാധ്യമല്ല. അവരുടെ ചുറ്റുപാടുകൾ മാറണമെന്നും അവരെ നിരീക്ഷിക്കണമെന്നും ഒക്കെ പറയുന്നത് നിയമങ്ങൾ ശക്തമാകണം, അതൊരു പ്രധാനപ്പെട്ട ഒരു പരിഹാരമാണ്. ഇവിടെ ഇത്ര ഗ്രാമിന്റെ കുട്ടികൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഇത്ര ഗ്രാമിന്റെ മുകളിൽ വെച്ചാൽ മാത്രമാണ് പോലീസ് പിടിക്കൊള്ളൂ. അല്ലാത്തത് വളരെ സുഖമായി ഊരിപ്പോരാൻ പറ്റുന്ന കുട്ടികൾക്കറിയാം. അത് ആ നിയമത്തെ നന്നായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ നിയമം പാലിക്കേണ്ട ആളുകൾ തന്നെ പലപ്പോഴും പ്രതിസ്ഥാനത്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നിയമം കണിശമാക്കുക, ആ നിയമം കണിശമാക്കിയ നിയമത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ മാനസികമായി നമ്മളൊക്കെ ഒരുങ്ങുക. ഇങ്ങനത്തെ തിന്മകൾ കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാനും അതിന്റെ ഫെർദർ പ്രോസസ്സിംഗും ഒക്കെ നമ്മൾ സഹകരിക്കുക എന്നതൊക്കെ ഇതിന്റെ ഭൗതികമായി നമുക്ക് പരിഹാരങ്ങളാക്കി പറയാൻ പറ്റുമെങ്കിലും ആത്യന്തികമായ പരിഹാരം അന്വേഷിക്കുന്നവർക്ക് മുന്നിൽ ഒരു ആത്യന്തികമായ പരിഹാരം ഏത് സാഹചര്യങ്ങൾ ആരുറങ്ങിയാലും എന്നെ നിയന്ത്രിക്കുന്ന ആരുറങ്ങിയാലും ഉറങ്ങാത്ത ഒരാൾ എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിന്റെ ധാർമ്മിക പാഠം പഠിപ്പിച്ചു കൊടുക്കലാണ് ആത്യന്തികമായ പരിഹാരം. അവിടെയാണ് ഇസ്ലാമിന്റെ ദർശനം മുന്നോട്ട് വെക്കുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും മതവ്യത്യാസമില്ലാതെ അറിയുന്ന ഒരു വ്യക്തിത്വമാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ 2ാമത്തെ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരാട്ടിടയന്റെ അരികിൽ ചെന്ന് ആടിനെ വിലക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കും. ആട്ടിടയൻ പറയുന്നത് എന്റെ ആടല്ല, എനിക്ക് പണം വാങ്ങി നിങ്ങൾക്ക് വിൽക്കുക സാധ്യമല്ല. അപ്പൊ ഉമർ റളിയല്ലാഹു തിരിച്ചു ചോദിച്ചു എന്നാണ്, ഇത്രയും വലിയ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരൊറ്റ ആടിനെ എനിക്ക് വിലക്ക് തന്നാൽ ഇതിന്റെ യജമാനൻ അറിയില്ല എന്ന് 100% ഉറപ്പാണ്. ഇതുകൊണ്ട് കിട്ടുന്ന സമ്പാദ്യം നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവുകയും ചെയ്യും, എന്നാ വിറ്റൂടെ എന്ന് ഉമർ റളിയല്ലാഹു ചോദിക്കുന്ന സമയത്ത് ആ ആട്ടിടയൻ കൊടുക്കുന്ന മറുപടി മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇതിൽ നിന്ന് തിന്മകളിൽ നിന്ന് അധാർമികതകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. ആ ആട്ടിടയൻ പറഞ്ഞ മറുപടി, ഒരു പക്ഷേ ഇതിൽ നിന്ന് ഒരു ആടിനെ എടുത്ത് നിങ്ങൾക്ക് തരുന്നത് എന്റെ യജമാനൻ അറിയില്ല എന്ന് വരാം, പക്ഷേ എന്നെയും നിങ്ങളെയും ഈ മരുഭൂമിയും ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന്റെ അറിവിൽ നിന്ന്, അവന്റെ കണ്ണുകളിൽ നിന്ന്, അവന്റെ നോട്ടത്തിൽ നിന്ന് ഒരു നിമിഷം പോലും മാറി നിൽക്കുക നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഏതൊക്കെ കണ്ണുറങ്ങിയാലും, ഏതൊക്കെ സംവിധാനങ്ങൾ അടഞ്ഞുപോയാലും, ഏതൊക്കെ നിയമ സംവിധാനങ്ങൾ വെട്ടിച്ചു മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയാലും നമ്മൾ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന്റെ കണ്ണുകളിൽ നിന്ന്, അവന്റെ അറിവുകളിൽ നിന്ന് മാറി നിൽക്കുക സാധ്യമല്ല എന്ന ധാർമ്മികതയുടെ അടിസ്ഥാനമാണ് നമ്മൾ ഉൾക്കൊള്ളുക എന്നതാണ് ആത്യന്തികമായ പരിഹാരം. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു, നിങ്ങൾ ലഹരി ഉപയോഗിക്കാതിരിക്കുക എന്നത് ഏതെങ്കിലും ഒരാളോടോ ഏതെങ്കിലും ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തോടോ നിയമത്തോടോ നിങ്ങൾ കാണിക്കുന്ന കൂറിനേക്കാളും ഒക്കെ അപ്പുറത്ത് നിങ്ങൾ സൃഷ്ടിച്ച സൃഷ്ടാവ് നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നത് നിർണയിച്ചു തന്നിട്ടുണ്ട്. ആ സൃഷ്ടാവിൽ കൽപ്പിച്ചത് പ്രകാരമുള്ള ജീവിതം നിങ്ങൾ നയിക്കുക എന്ന നിങ്ങളോട് തന്നെയുള്ള ഉത്തരവാദിത്തത്തിലാണ് നിങ്ങൾ കാണിക്കുന്ന ഉപേക്ഷ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഈ വിശ്വാസം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നാച്ചുറൽ ആണെന്നത് തർക്കമില്ല. എല്ലാ സൃഷ്ടിപ്പിനും എല്ലാ ക്രിയേഷനും അത് സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്. എല്ലാ ക്രിയേഷനും അത് സൃഷ്ടിച്ച സൃഷ്ടാവെ അത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഇങ്ങനെ തുടങ്ങിയ പ്രകൃതിയും പ്രപഞ്ചവുമെല്ലാം സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിനും ഇതൊക്കെ എങ്ങനെ സഞ്ചരിക്കണം എന്നതിന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. അത് എല്ലാ ജീവികളും പാലിക്കുന്നുണ്ട്. മനുഷ്യരെന്ന നിലക്ക് നമ്മളും അത് പാലിക്കാൻ തയ്യാറായി വരുമ്പോൾ അതാണ് ആത്യന്തികമായ പരിഹാരം എന്ന് ഇവിടെ നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കാണുന്നത് വൈബ് എന്ന നിലക്കാണ്. വൈബിനെ ഡിഫൈൻ ചെയ്യുന്നിടത്ത് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞ കുട്ടികൾ ആൽഫ ജനറേഷനിൽ നിന്ന് ഇപ്പൊ ബീറ്റ ജനറേഷൻ കേട്ടിട്ടുണ്ട്. നമ്മൾ എത്ര പേർക്ക് അറിഞ്ഞു എന്നറിയില്ല. പണ്ടൊക്കെ ജെൻ സി ആയിരുന്നു. ഇപ്പോ ഞങ്ങളുടെയൊക്കെ തലമുറ, ഈ സംസാരിക്കുന്ന 3 ആളുകളും ഒരു ജെൻ സി വരുന്ന ആളുകളായിരുന്നു. അതിനുശേഷം തലമുറയാണ് ആൽഫ ജനറേഷൻ. അതും കഴിഞ്ഞിപ്പോ 2025 ശേഷം 2025 ജനുവരി 1 മുതൽ ജനിച്ച കുട്ടികളെ ബീറ്റ ജനറേഷൻ എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു വ്യത്യാസം പറയുന്നത് കുട്ടികൾ പലപ്പോഴും ഈ മൊബൈൽ ഫോണിലാണ്.
അവർ ഈ ഫോണിൽ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കേൾവികളും അവരാസ്വദിക്കുന്ന ആസ്വാദനങ്ങളിലും ഒഴുകി ജീവിക്കുന്ന അവർ അവരുടേതായ വൈബുകൾ കണ്ടെത്തി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ മുതിർന്ന ആളുകൾ എന്ന നിലയ്ക്ക്, ചിന്തിക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ള രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് വലിയ റോളുകളുണ്ട്. ഞാൻ ആദ്യമായി അഭിമുഖീകരിക്കുന്നത് രക്ഷിതാക്കളെയാണ്. രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ മക്കൾ അവിടെ നമ്മൾ കാണാത്ത സമയത്ത്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇല്ലാത്ത സമയത്തും ഞങ്ങളൊരു ക്യാമ്പസിലേക്ക് പോയി കഴിഞ്ഞാലും അവിടെ ഒരുപക്ഷെ ലഹരിയുടെ എല്ലാവിധ വ്യാപനങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എത്തിച്ചു കൊടുക്കാനുള്ള ആളുകളും അത് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിച്ചു എന്ന് പറയാൻ വരെ ആളുകളും കൂട്ടാളികളോട് ഉണ്ടായേക്കാം. അവിടെ ആ കുട്ടി അത് പറ്റില്ല എന്ന് പറയണമെങ്കിൽ, ഞാൻ അതിനില്ല, നിങ്ങൾ എന്താ ചെയ്തു എന്ന് പറയണമെങ്കിൽ, അതിനെതിരെ ശബ്ദിക്കണമെങ്കിൽ നമ്മുടെ കുട്ടിയെ ചില കാര്യങ്ങൾ ബോധപൂർവ്വം പറഞ്ഞ് പ്രാപ്തരാക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ലിസ്റ്റ് ചെയ്ത് പറയാൻ പറ്റും. ഒന്ന്, രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് കുട്ടികളുമായി നിർബന്ധമായും അവരോട് നിശ്ചിത സമയം നമ്മൾ ചെലവഴിക്കാൻ കൂട്ടാക്കേണ്ടതുണ്ട്. കുട്ടികളോട് സംസാരിക്കാനും സംവദിക്കാനും ഒക്കെ അവർക്ക് അങ്ങോട്ട് പറയാനും നമുക്ക് ഇങ്ങോട്ട് കേൾക്കാനും ഒക്കെയുള്ള ഒരുപാട് സമയം അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ചില ഇടങ്ങൾ ബോധപൂർവ്വം നമ്മുടെ വീടുകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. പലപ്പോഴും അതൊന്നും ഉണ്ടാവുന്നില്ല. ഇന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ രക്ഷിതാക്കളും പലപ്പോഴും ഫോണിലാണ്. അവർ കാണുന്ന യൂട്യൂബിലെ ഓരോ വീഡിയോകളും തമാശകളും മറ്റും കൊണ്ട് ടി വി ന്യൂസും ഓണാക്കിയിട്ട് ഇടയ്ക്കൊന്ന് പത്രവും വായിച്ചാൽ കഴിഞ്ഞാൽ വീട്ടിലെ സമയം കഴിഞ്ഞു. ഇങ്ങനെ പലപ്പോഴും രക്ഷിതാക്കൾ ചിന്തിക്കുക. മറിച്ച് നല്ലൊരു അച്ഛൻ, നല്ലൊരു അമ്മ എന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ വീടുകളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം പറയാനുള്ള സമയം അവർക്ക് നൽകേണ്ടതുണ്ട്. നമുക്കറിയാം, കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലുള്ള UP ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പൊ വീട്ടിൽ അടുക്കളയിൽ ഇരുന്നുകൊണ്ട് അമ്മ നിർബന്ധമായിട്ടും ഒരു 6 മണി വരെ ആ കുട്ടിക്ക് പറയാനുള്ളതെല്ലാം കേൾക്കണം. അവൻ സ്കൂളിൽ നടന്ന കാര്യമൊക്കെ പറയട്ടെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന, ഏറ്റവും ചുരുങ്ങിയത് രാത്രി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴെങ്കിലും ഒന്നിച്ചിരിക്കുന്ന, കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുന്നതാണ് കുടുംബം. അങ്ങനെ കൂടി ഒന്നിച്ച് കാര്യങ്ങൾ പറയാനും ഷെയർ ചെയ്യാനുമുള്ള സ്പേസ് കുട്ടികൾ നൽകുക എന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ളത്. മറ്റൊന്ന്, കുട്ടികൾക്ക് അനാവശ്യമായി പോക്കറ്റ് മണി നൽകാതിരിക്കുക എന്നുള്ളതാണ്. അവർക്ക് ആവശ്യമായ ബസ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാനോ ആവശ്യമായ പണം മാത്രം നൽകി അതല്ലാത്തൊരു പൈസ കുട്ടിയിൽ ഉണ്ടാവുന്നില്ല എന്ന കാര്യം ഉറപ്പുവരുത്തുക. ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തുമ്പോൾ പലപ്പോഴും ചില രക്ഷിതാക്കളൊക്കെ കുട്ടികളുടെ ബാഗൊക്കെ തുറന്ന് ഭയങ്കരമായിട്ട് പരിശോധനയൊക്കെ നടത്താറുണ്ട്. ഇത് കുട്ടികൾക്ക് പലപ്പോഴും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. അവർ കാണാത്ത രൂപത്തിൽ അവരറിയാത്ത രൂപത്തിൽ പലപ്പോഴും നമുക്ക് തെരഞ്ഞു നോക്കാനൊക്കെ പറ്റും. അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമുള്ള എമൗണ്ട് മാത്രമേ കയ്യിലുള്ളൂ എന്ന കാര്യം ബോധപൂർവ്വം ഉറപ്പിക്കുക. മറ്റൊന്ന്, നമ്മുടെ കുട്ടി രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയവും തിരിച്ച് വൈകിട്ട് വീട്ടിലേക്ക് വരുന്ന സമയവും കൃത്യമായി നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. രാവിലെ പോകുന്ന സമയം ട്യൂഷൻ ഉണ്ടാവാം, വൈകിട്ട് ട്യൂഷൻ ഉണ്ടാവാം. പോകുന്ന സമയവും പോയി തിരിച്ചെത്താനുള്ള സമയത്ത് തന്നെ എത്തുന്നു എന്ന കാര്യം ഉറപ്പുവരുത്തുക. അതോടൊപ്പം പോകാൻ സാധ്യതയുള്ള ഇടങ്ങളെ നമുക്ക് കൂടി ആക്സസ് ഉള്ള, നമുക്ക് കൂടി നോക്കാൻ പറ്റുന്ന, കണ്ണെത്താവുന്ന ദൂരത്തുള്ള ഇടങ്ങളായി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിലും ബോധപൂർവമായ ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാർ ആരൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ അറിയണം. നമ്മുടെ കുട്ടി മൊബൈൽ ഫോണിൽ സ്വന്തമായ ഒരു ഫോണുള്ള കുട്ടിയാണെങ്കിൽ അവന്റെ ഫോണിന്റെ പാസ്വേഡ് നമുക്കറിയണം. അവന്റെ ഫോണിൽ അവൻ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്കറിയണം. എല്ലാവരും കാണുകയും ഓപ്പൺ ആയ രൂപത്തിൽ കാണാൻ കഴിയുന്ന കാഴ്ചകളെ അവൻ കാണാൻ പാടൂ. ഈ പ്രായം അങ്ങനെയാണല്ലോ. അല്ലാതെ അവനൊരു ഫോണുമായി ഒരു റൂമിൽ പോയി കഥ കടച്ച് കുത്തിയിട്ട് അവന്റെ ലോകത്തിനെ ചെലവഴിക്കുക എന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പാടില്ല. ഈ പറഞ്ഞ അർത്ഥമാണ് മൊത്തം ശകാരിക്കുക എന്നല്ല, മറിച്ച് നമ്മൾ മാതൃകയായിക്കൊണ്ട്, ഞാൻ എന്ന അച്ഛൻ, ഞാൻ എന്ന അമ്മ അവന് മാതൃകയായിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക. മറ്റൊന്ന്, ചില കാര്യങ്ങളെ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ പോലെ ലഹരി വസ്തുക്കൾ പല രൂപത്തിലാണ് കുട്ടികളിലേക്ക് എത്തുക. അവർ പോലും അറിയാത്ത രൂപത്തിൽ വഞ്ചിതരായി പോലും കുട്ടികളെ അതിനകപ്പെടുത്തുന്ന പല കാഴ്ചകൾ കാണാൻ കഴിയും. ഈ ഇടയ്ക്ക് ബാംഗ്ലൂരിൽ ഒരു ഉദാഹരണം അതുകൂടി പറയാൻ അവസരിപ്പിക്കാം. ബാംഗ്ലൂരിൽ ഒരു കുട്ടി +2 പഠനത്തിന് ശേഷം, ഒരു പെൺകുട്ടി, വളരെ കൃത്യമായി നല്ല രൂപത്തിൽ മതപരമായിട്ടൊക്കെ നല്ല അന്തരീക്ഷത്തിൽ വളർന്ന ഒരു പെൺകുട്ടി +2 പഠനത്തിന് ശേഷം ബാംഗ്ലൂരിലേക്ക് പോകാൻ പഠിക്കാൻ. അങ്ങനെ ബാംഗ്ലൂരിൽ എത്തിയതിനു ശേഷം അവിടെ ആ കുട്ടി ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഹോസ്റ്റലിന് തൊട്ട് താഴെയുള്ള ഒരു ബേക്കറിയിലെ ഒരു ജ്യൂസ് ഷോപ്പിലേക്ക് ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവാണ്. ആ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ജ്യൂസ് പാർലറിന്റെ അതിന്റെ ഉടമ, ആ വ്യക്തി ഒരു ലഹരി വസ്തുവിനെ അഡിക്റ്റ് ആയ, അതിന്റെ വ്യാപനത്തിന് ഒരു വലിയ ഏറ്റെടുക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ അത് വ്യാപിപ്പിക്കാൻ ഈ കുട്ടിയെ ഒരു ഇരയായിട്ട് കണ്ടെത്തുകയാണ്. അങ്ങനെ ഈ കുട്ടിയിലേക്ക് ലഹരി വസ്തു എത്തിക്കാനുള്ള ശ്രമം നടത്തുകയും ജ്യൂസിൽ ഒരു പുതിയ സിന്തറ്റിക് ലഹരി കലക്കി കൊടുക്കുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ സ്വാഭാവികമായിട്ടൊരു ജ്യൂസ് കുടിക്കുന്ന രൂപത്തിൽ ഈ കുട്ടി ഇത് കുടിക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ 24 hours ആണ് അതിന്റെ ആക്ഷൻ. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഇതുപോലത്തെ ഒരു ജ്യൂസ് നിർബന്ധമായും കിട്ടണമെന്നൊരു തോന്നൽ മനസ്സിലാണ്. അപ്പൊ ഈ കുട്ടി ആലോചിച്ചു, എവിടുന്നപ്പോ ജ്യൂസ് കിട്ടിയത്? നേരത്തെ കിട്ടിയത് ആ ഒരു ജ്യൂസ് ഷോപ്പിലായിരുന്നു. ആ ജ്യൂസ് ഷോപ്പിന്റെ കവറിൽ ചുവന്ന നിറമായിരുന്നു. അപ്പൊ ആ ചുവന്ന നിറമുള്ള ജ്യൂസ് ഷോപ്പിലേക്ക് വീണ്ടും എത്തണമെന്നുള്ള തോന്നൽ സ്വാഭാവികമായിട്ടും 24 മണിക്കൂറിലേക്ക് ഈ കുട്ടിക്ക് മനസ്സിലാണ്. അങ്ങനെ വീണ്ടും ഈ കുട്ടി അവിടെ എത്തി, അടുത്ത ദിവസം എത്തി, അതിന്റെ അടുത്ത ദിവസം എത്തി. അങ്ങനെ ഈ കുട്ടിക്ക് ഈ ജ്യൂസ് ഇല്ലാതെ ഒരു ദിവസം പോലും കഴിച്ചു കൂട്ടാൻ പറ്റാത്ത അവസ്ഥയായി. ഇങ്ങനെ അതിന് അഡിക്റ്റ് ആയ ഒരു കുട്ടി
പിന്നീട് ഈ കുട്ടിയാണ് ഈ ജ്യൂസ് പല കുട്ടികൾക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയും അതിന്റെ ആളായി മാറുകയും ചെയ്തത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും അവർ പോലും അറിയാത്ത രൂപത്തിൽ വഞ്ചനയിൽ പോലും അവരെ അകപ്പെടുത്തിക്കൊണ്ട് അവരതിന്റെ കാരിയറായിട്ട് മാറുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞതുപോലുള്ള ചില ബോധ്യങ്ങൾ പകർന്നു കൊടുക്കുവാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും PTA ഭാരവാഹികൾക്കും മഹല്ല് ഭാരവാഹികൾക്കും ഈ ശബ്ദം കേൾക്കുന്ന ഏതെല്ലാം വ്യക്തികളുണ്ടോ അവർക്കെല്ലാം അവരുടേതായ ഇടങ്ങളിൽ അവരുടേതായ റോളുകൾ നിർവഹിക്കാൻ ഉണ്ട് എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ കൂട്ടി വായിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി, രാമനാട്ടുകര പരിസരത്തുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലും ഈ ലഹരി വസ്തു ഉപയോഗിക്കാതിരിക്കാനുള്ള വലിയ ജാഗ്രത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പല സ്ഥലങ്ങളിലും മാതൃകാപരമായി ജാഗ്രതാ സമിതികൾ രൂപീകരിക്കപ്പെടുന്നുണ്ട്. പല നാടുകളിലും ജാഗ്രതാ സമിതി എന്ന പേരിൽ രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ, ജാതി ഭേദമന്യേ എല്ലാവരും കൂടുന്ന ചില കമ്മിറ്റികൾ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസരങ്ങളിലും ലഹരി വസ്തു അത് എത്ര നിസ്സാരമായി കാണുന്ന ചില സിഗരറ്റ് ആവട്ടെ, മാരകമായ സിന്തറ്റിക് ലഹരികളാവട്ടെ, ഇതെല്ലാം വ്യാപിക്കാൻ കാരണമാവുന്ന ഏതെല്ലാം ഇടങ്ങളാണ് ഉള്ളത് അത് കണ്ടെത്തുവാനും കുട്ടികൾ കളിക്കാൻ പോകുന്ന ഗ്രൗണ്ടുകളാവട്ടെ, ടർഫുകളാവട്ടെ, അവർ കൂട്ടം കൂടുന്ന ഇടങ്ങളാവട്ടെ, അവരുടെ കൂട്ടുകാരാവട്ടെ, അവരിലേക്ക് ഇത് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പല പ്ലാനുകളും ചെയ്യുന്ന ആലോചിച്ചോക്കണം. ഇവിടെ വിസ്റ്റം സ്റ്റുഡൻസിന്റെ കീഴിൽ ഇത്തരത്തിലുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണവും കുട്ടികളുടെ ധാർമ്മികതയിലേക്കും സദാചാരത്തിലുമൊക്കെ വഴി നടത്താൻ ആവശ്യമായ പല പദ്ധതികളും നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ ഇതിനേക്കാൾ എത്രയോ 10 മടങ്ങ് വേഗത്തിൽ ഇതിനപ്പുറമുള്ള മറ്റൊരു ടീം വർക്ക് ചെയ്തുകൊണ്ട് തന്നെ വളരെ ബോധപൂർവമായ ആസൂത്രിതമായ ചില പ്ലാനുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ എത്രയോ വലിപ്പമേറിയ വികാസമേറിയ വലിയ രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റോട് കൂടിയുള്ള പല പ്ലാനുകളും അപ്പുറത്ത് നടത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സംഘടിച്ചേ മതിയാവൂ. ഈ തിന്മകൾക്കെതിരെ, ഇത്തരം ദുശ്ചെയ്തികൾക്കെതിരെയുള്ള ചില ശബ്ദങ്ങൾ നമ്മൾ ഉറക്കെ പുറപ്പെടുവിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയും നോക്കൂ, ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ കിഡ്നി പ്രയാസമായിക്കൊണ്ട് കിഡ്നി രോഗിയായ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് പിന്നെ അതിന് മാറ്റിവെക്കാൻ ആവശ്യമായി 25 ലക്ഷം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് കൈയിട്ട് ഇറങ്ങാറുണ്ട് അല്ലെ? ആ വ്യക്തി കിഡ്നി നന്നാക്കാൻ നമ്മൾ ഒന്നിച്ച് ഇറങ്ങാറുണ്ട്. എന്തുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ നാട്ടിലുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തി അതിൽ നിന്ന് കരകയറ്റാൻ ആവശ്യമായ സ്റ്റെപ്പുകൾ നമുക്കെടുക്കാൻ എന്തൊരു മടിയുള്ളത്? യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ ആ വ്യക്തിയും അറിയാതെ അകപ്പെട്ടു പോയതായിരിക്കാം. ഈ പറയുന്ന അർത്ഥം എല്ലാ ലഹരി ഉപയോഗിക്കുന്നവരും ഭയങ്കര മോശപ്പെട്ട ഏറ്റവും മ്ലേച്ഛന്മാരെ ആളുകളൊന്നുമല്ല. അവരെ അതിൽ നിന്ന് കൈപിടിച്ച് കയറ്റാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവർ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആലോചിക്കുന്നത് പ്രായമായ ആളുകളൊന്നല്ല, ഇന്ന് ചെറിയ കുട്ടികളാണ് പലപ്പോഴും ഡി അഡിക്ഷൻ സെന്ററുകളുടെ വരാന്തകളിൽ കഴിച്ചു കൂട്ടുന്ന ആളുകളുണ്ട്. ആ കുട്ടികളെ അതിൽ നിന്ന് കൈപിടിക്കാൻ ഒരു കിഡ്നി രോഗിയെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതുപോലെ വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന ചിന്തകൾ അനുസരിച്ച് ജാഗ്രതാ സമിതികളും മറ്റ് കമ്മിറ്റികളും മഹല്ല് ഭാരവാഹികളും PTA പ്രസിഡന്റുമാരും റോളുകളും അല്ലെങ്കിൽ പിന്നെ അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന നാം എന്ന വ്യക്തി എവിടെയെല്ലാം ഉണ്ടോ അവിടെ നമ്മുടെ റോളുകൾ ലഹരിക്കെതിരെ, ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരെ, ഇത്തരം അധാർമികതകൾക്കെതിരെ ശബ്ദിക്കുവാനും പോരാടുവാനും നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, ഡോക്ടർ അവസാനിപ്പിച്ചെടുത്തൊന്നും കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ ലഹരി വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോ നമ്മൾ ആസ് എ പേഴ്സണൽ ഇൻഡിവിജ്വൽ എന്ന നിലക്ക്, അതുപോലെ തന്നെ സമൂഹത്തിലെ ഒരു ആളെന്ന നിലക്കും നമുക്ക് നിർവഹിക്കേണ്ട റോളുകളുണ്ട്. ആ റോളുകളെല്ലാം നമ്മൾ നിർവഹിക്കുകയും നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ഈ ലഹരിക്കെതിരെ, ഈ അധാർമികതക്കെതിരെ നമ്മൾ മുന്നോട്ട് വെക്കേണ്ടതുണ്ടെന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഇത് അവസാനിക്കുമ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റ് ലോഗ് അവസാനിക്കുമ്പോൾ അവസാനമായി പറയാനുള്ളത്, നമ്മുടെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് ഈ വരുന്ന മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുകയാണ്. ആ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഏതേത് പ്രശ്നങ്ങൾക്കും, നമ്മുടെ സമൂഹത്തിലെ ലഹരി ആയിക്കോട്ടെ, അതെല്ലാം ഏതേത് പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരങ്ങളുണ്ട്. അത് ഇസ്ലാമാണ് എന്ന് നേരത്തെ സഫ്വാൻ ബറാമി അലിഹിക്കമി കൂട്ടിച്ചേർത്തു. അതോടൊപ്പം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി മറ്റൊന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. പീസ് റേഡിയോ ആണ്. നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾക്കും നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളും എല്ലാത്തിനും നമുക്ക് കൂട്ടിച്ചേർക്കാം, നമുക്ക് ഒരു താങ്ങായി നിൽക്കാവുന്ന ഒരു സംവിധാനമാണ് പീസ് റേഡിയോ എന്നുള്ളത്. അതുകൂടി നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.